എല്ലാം ചെറിയ പ്ലാഗുകൾ ഒരു 35 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് പർപ്പിൾ മട്ടോവയാണ്. ഇത് റെയിൻബോ കരിമ്പാണ്. എൻ്റെ അനുഭവത്തിൽ ഇത് ഒരു മാങ്ങാണ്ടിയുടെ പുറത്തൊരു ലാമിനേഷൻ പോലെ ഒരു കുറച്ച് മാംസളമായിട്ടുള്ള ഭാഗം വളരെ കുറവാണ്. അതൊക്കെ പ്രകൃതി സ്നേഹികൾ വന്നാലേ കാണുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കാണില്ല. അത് മൂസ ഗ്ലോക്ക എന്നാണ് അതിൻ്റെ പേര്. ഇത് പഞ്ചസാരക്കാലും 3000 ഇരട്ടി മധുരമുള്ള ഒരു ചെടിയാണ്. ഇതാണ് മെഡൂസ പൈനാപ്പിൾ. വീടിൻ്റെ ടെറസ് വെറുതെ കിടന്നതുകൊണ്ട് ഇത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സിറിഞ്ച് കൊണ്ട് നിറച്ചതിന് ശേഷം വേറൊരു കമ്പ് കൊണ്ട് അടിച്ച് അതിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്ലാന്റാണ് ഗീവ് അവേ കൊടുക്കുന്നത്. ലൈഫ് ഇൻ കേരളയും ഫോറസ്റ്റ് ഗാർഡനും സംയുക്തമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആർക്കാണോ ഇത് ലഭിക്കുന്നത് അവരുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് നട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ജയകൃഷ്ണൻ. ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിരിക്കുന്നത് കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താനാണ്. ഫോറസ്റ്റ് ഗാർഡനിലെ സുലൈമാൻ സാർ. സുലൈമാൻ സാറിൻ്റെ നേഴ്സറിയാണിത്. കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് വരെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സുലൈമാൻ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ലൈഫ് ഇൻ കേരള എന്നാണ്. ചേട്ടാ, ചേട്ടന്റെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ നമുക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. ഇത് അവിടെ ഗാർഡന്റെ പേര് ഫോറസ്റ്റ് ഗാർഡൻസ് എന്നാണ്. കോലിയക്കോട്, ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്തുള്ള കോലിയക്കോടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റ് forestgardens.com അടിച്ചാൽ കിട്ടും. ലൊക്കേഷൻ അടക്കം അതിൽ കിട്ടും. ഈ ഗാർഡന്റെ ഇത് മാത്രമേ ഉള്ളൂ, അത് വേറെന്തെങ്കിലും പരിപാടി? ശരിക്കും വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. യാത്ര എൻ്റെ പ്രധാനമാണ്. കാശ്മീർ, കുളു, മണാലിയൊക്കെ കാറോടിച്ച് പോയിട്ടുണ്ട് ഇവിടുന്ന്. അതുപോലെ നെയ്യാർ ഡാം മുതൽ കാസർഗോഡ് ഒരു അഡ്വഞ്ചർ ട്രെക്കിംഗ് ഇവിടുന്ന് വനത്തിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഞാനും മലപ്പുറത്തുള്ള ഒരാളും കൂടെ ചേർത്തിട്ട്, അംസമാൻ എന്ന് പറഞ്ഞ മറ്റൊരാളും കൂടെ ചേർന്നിട്ടൊരു IT കമ്പനി നടത്തുന്നുണ്ട്, മൈക്രോ പാർക്ക് എന്ന പേരിൽ. അതിൻ്റെ ഒരു ബില്ലിംഗ് ആപ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഇനോഗ്രേഷൻ ആയിട്ടില്ല. ഇപ്പോൾ ലോഞ്ചിങ് ഉടനെ വളരെ അടുത്ത് തന്നെ അത് ചെയ്യും. അതൊക്കെയാണ്. പിന്നെ വീട്ടിൽ ഇത് കൂടാതെ മഷ്റൂമിൻ്റെ എനിക്ക് ഹൈടെക് മഷ്റൂം കൾട്ടിവേഷൻ ഉണ്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കേരള കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ടോൺ സിനിമാസ് എന്ന ബാനറിൽ ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ വേറെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയുണ്ട് ഗ്രീൻ കെയർ കേരള എന്ന് പറയുന്ന സംഘടനയുണ്ട്, പരിസ്ഥിതിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. തിരക്കില്ലെങ്കിൽ നമ്മളില്ല. ഇപ്പൊ ഏതെങ്കിലും ഇന്നിപ്പോ എല്ലാം തിരക്കും കാര്യങ്ങളും ഉണ്ട്. ആരെങ്കിലും ഒരു യാത്ര എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇന്ന് രാത്രി തന്നെ കയറും. യാത്ര അത്രയും ഇഷ്ടമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് മെമ്പർഷിപ്പും പിന്നെ ഒത്തിരി പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണെന്ന് അറിയാം. ഒരു നാഷണൽ അവാർഡ് എന്ന് പറയാൻ മഷ്റൂമുമായിട്ട് ബന്ധപ്പെട്ട എന്റേതല്ലാത്ത ഒരു ടെക്നോളജി ഞാൻ മഷ്റൂം ഷെഡിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ടാണ്. സ്വന്തമായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സാധാരണ മഷ്റൂം ചെയ്യുമ്പോൾ ഒരു നിശ്ചിത കാലത്തിന് ശേഷം അതിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അവിടെ കൂടുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അപ്പോഴും നമുക്കതിനെ ഓക്സിജൻ അതിനകത്ത് കൂട്ടി കൊടുക്കാമെങ്കിൽ അത് കൂടുതൽ വിളവ് കിട്ടുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ 12 വോൾട്ട് ട്രാൻസ്ഫോമറും 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയും കൊണ്ട് ഞാൻ ഈ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുന്നത് പോലെ ആ ജലത്തിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകാം. എന്നിട്ട് അതിൻ്റെ ഹൈഡ്രജനാണ് കൂടുതൽ വരുന്നത്. അതിനെ നമ്മൾ പുറത്തേക്കൊരു ട്യൂബ് വഴി കളയും, അകത്ത് ഈ ഓക്സിജൻ അകത്ത് വിടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഉൽപ്പാദനം കൂടുതൽ കിട്ടി. ഇത് ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ബേസിലാണ് ആ അവാർഡ് കിട്ടിയത്. പിന്നെ വേറെ ഒത്തിരി ഇത് ഈ പല മേഖലകളിലാണ്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് മഷ്റൂമിന്റെ. ഇപ്പോൾ സൊളാൻ മഷ്റൂം സിറ്റിയിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് 5 പേരെയാണ് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അത് ഞങ്ങളിപ്പോൾ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് കണ്ണൂരുള്ള 2 പേര്, കൊട്ടാരക്കര ഉള്ള ഒരാൾ, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ 2 പേര്, അങ്ങനെ 5 പേരാണ് അവിടെ പോയത്. പോയതിന് ശേഷം ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി ഇപ്പോൾ മഷ്റൂം ഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നമ്മുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു പ്രോഗ്രാമാണ്. അത് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്നാ നമ്മൾ അധിക സമയം ഒന്നും കളയാതെ നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. തീർച്ചയായിട്ടും വെൽക്കം. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പ്ലാവാണ്. 2 ഇനം പ്ലാവുകളാണ് പെട്ടെന്ന് കായ്ക്കുന്നത്. ഒന്ന് വിയറ്റ്നാം സൂപ്പർ എയർലിയും മറ്റ് കംബോഡിയൻ ഓറഞ്ച് ജാക്കും. ഇത് രണ്ടും ഒരു വർഷം 1.5 വർഷം ആകുമ്പോൾ കായ്ച്ചു തുടങ്ങും. ഇതിൻ്റെ പ്ലാവിൻ്റെ ചെറിയ തൈകൾ നമുക്ക് ഒരു 5 ഇല 6 ഇലയൊക്കെ വരത്തുള്ളൂ. ആ ചെറിയ പ്ലാവ് അത് 35 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കായ്ച്ച പ്ലാവുകൾ ഒരു 225 രൂപ മുതൽ കായുള്ള പ്ലാന്റുകൾ കിട്ടും. പക്ഷെ അത് ചെറുതായിരിക്കും. പിന്നെ ഇതുപോലെ ചട്ടിയിൽ 18 ഇഞ്ച് ചട്ടിയിലേക്ക് വെച്ചത് 1300 ആ റേഞ്ചൊക്കെ വരും. പക്ഷെ അതിൽ ചക്കയൊക്കെ ഉണ്ടാവുന്നതാണ്. ചക്ക മിക്കവാറും ചക്ക ഉള്ളതും ചക്ക ഇല്ലാത്തതും ഒരു സൈസിനാണ് അതിൻ്റെ വില വരുന്നത്. ഇത് നമുക്ക് പലപ്പോഴും ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ, എല്ലാവർക്കും 5 സെൻറ്റും 6 സെൻറ്റും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ടെറസിലാണ് പലപ്പോഴും ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ബാരലുകളിൽ അല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടികളിൽ 28 ഇഞ്ച് വരെയുള്ള ചെടിച്ചട്ടികളിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചെടി ബാരലും കൂടെ ചേർന്നിട്ടുള്ളൊരു വിലയായിരിക്കും അതിൽ വരുന്നത്. അതിന് വലിയ ഇതിലൊക്കെ ആകുമ്പോൾ 1200 രൂപയൊക്കെ ചെടിച്ചട്ടി തന്നെ അത്രയും വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ ഇച്ചിരി വിലയുടെ വ്യത്യാസം വന്നേക്കാം. എന്നിരുന്നാലും നമ്മളൊരു ചെടിച്ചട്ടിയിൽ തുടങ്ങുന്നത് ഒരു 1200 രൂപ മുതൽ കായ്ച്ച പ്ലാന്റുകൾ ചെടിച്ചട്ടിയിൽ 18 ഇഞ്ച് ചെടിച്ചട്ടിയിൽ നമുക്ക് കിട്ടി തുടങ്ങും. 225 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഇത്രയും ഒരു വലിയ പ്ലാന്റ്. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം അത് കഴിഞ്ഞത് കൊണ്ടാണ് ഈ പ്രായത്തിലുള്ളത് കഴിഞ്ഞത് കൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. ഇതിനിപ്പോൾ ഈ പ്രായത്തിലുള്ളത് അടുത്തത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതൊരു 1.5 മാസത്തിൽ അത് സെറ്റ് ആവും. അപ്പോഴെല്ലാം നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇത് J33 എന്ന് പറയുന്ന ഒരു പ്ലാവാണ്. ഏറ്റവും വലിപ്പമുള്ള ചക്ക, ഒരു 30 കിലോ അടുപ്പിച്ച് വരുന്ന ചക്ക ഉള്ള പ്ലാവാണത്. നല്ല മധുരമുള്ളതാണ്. കമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊക്കെ സീസണുണ്ട്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് കായ്ക്കാറുള്ളൂ. J33 എല്ലാം ചെറിയ പ്ലാവുകൾ ഒരു 35 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. പലരും റേറ്റിന്റെ കാര്യത്തിലാണ് നോക്കുന്നതെങ്കിൽ 35 രൂപയ്ക്ക് മിക്കവാറും നഴ്സറികളിലൊക്കെ 35 ഏറെക്കുറെ നഴ്സറികളിലൊക്കെ സ്റ്റാൻഡേർഡായിട്ട് വിൽക്കുന്നതൊക്കെ ഒരു 35 രൂപയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബഡ് തൈ ആയിരിക്കും. പക്ഷേ സാധാരണ ഒരു കസ്റ്റമർക്ക് അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മുളപ്പിച്ച് കുറച്ചുകൂടെ വലുതാക്കി കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നഴ്സറിയിൽ അത് കുറച്ചുകൂടെ വലുതാക്കി ഒരു 100 രൂപ 150 രൂപ റേഞ്ച് ആവുന്നത് വരെ വെച്ചതിന് ശേഷം കൊണ്ട് വീട്ടിൽ നടുന്നതാണ് നല്ലത്. പിന്നെ നല്ലതുപോലെ പരിപാലിക്കാൻ അറിയാവുന്നവർക്ക് ഓക്കെ, ഒരു കുഴപ്പമില്ല, 35 രൂപയുടെ ചെടി മേടിച്ചാലും നന്നായിട്ട് നട്ടു വളർത്താൻ പറ്റും. ഇത് ലോട്ടസ് ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. ഇത് ലോട്ടസ് ജാക്കാണ്. ഇതിലിപ്പോൾ 16 അടി വരെ ഹൈറ്റ് വരും. ഇത് കവറിലാണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും ഇത്രയും വലുതായിട്ട് ടെറസിൽ വെക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വീട് ചെയ്യുന്ന എൻജിനീയേഴ്സ് ഉണ്ട്. അവർ കോൺട്രാക്റ്റായിട്ട് എടുക്കുമ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ വീട് പാല് കാച്ചുന്ന സമയത്ത് തന്നെ വലിയ മരങ്ങളും കാഴ്ച മരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ വലിയ കുഴിയെടുത്ത് എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് ഇത് വേര് പൊട്ടിച്ച് തന്നെ എടുക്കുന്നത്. വേര് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് കൊണ്ടുവച്ച് സൈഡിൽ കമ്പ് ഊന്നി കെട്ടി കാറ്റടിച്ച് വീഴാത്ത രീതിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊരു 25-30 ദിവസം കൊണ്ട് വേര് വരികയും കുറച്ച് ഇലകൾ ഒഴിഞ്ഞു പോയിട്ട് പുതിയ ഇല വരികയും അവർ പാലുകാച്ചിൻ്റെ സമയമാകുമ്പോൾ ഇത് നിറയെ കായും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഇത്രയും വലുതായിരുന്നാൽ ഒരു 3500 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ പ്ലാന്റ് ആണത്. വിയറ്റ്നാം എയർലിയാണ് നിൽക്കുന്നതൊക്കെ. അത്രയും വലിയ കവറുകളുണ്ട്. ഇത് നമ്മുടെ നാടൻ വരിക്ക, ചെമ്പരുത്തി വരിക്ക എന്ന് പറയുന്ന നമ്മുടെ തനതായിട്ടുള്ള നാടൻ വരിക്ക പ്ലാവ് ഇനമാണ്. ഇപ്പോൾ നമ്മൾ ഈ വില പറയുമ്പോൾ പല നഴ്സറിക്കാരെയും ഈ വില പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറിക്കാർ തമ്മിലൊരു കോമ്പറ്റീഷൻ വേണ്ട എന്നുള്ളതിലാണ്. അപ്പോൾ കിട്ടുന്ന സോഴ്സ് അനുസരിച്ചായിരിക്കും പലപ്പോഴും വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ആരും അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സൈസ്, ഒരു ചെടി കൊണ്ടുവന്ന് 35 രൂപ കിട്ടുന്ന ചെടി കൊണ്ടുവന്ന് 1.5 വർഷം വളർത്തി അതിനെ വളവും വെള്ളവും ഒക്കെ ഇട്ട് അത്രയും കാലം വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തെ വില കൂടും സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് ഈ വിലയുടെ വേരിയേഷൻ വരുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഏകദേശം ഒരു വില. ചെറിയ പ്ലാന്റൊക്കെ എല്ലാ നഴ്സറികളിലും ഏകദേശം ഒരു റേറ്റ് തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ ഇത്രയും ചുറ്റുവണ്ണമുണ്ട്. നമുക്ക് പിടിച്ചാൽ എത്തില്ല, അത്രയും ചുറ്റുവണ്ണമുണ്ട്. ഇത് സീഡ് ഫ്രീ ജാക്കാണ്. കുരു ഉണ്ടാവില്ല, അരക്കുണ്ടാവില്ല. ഇതിവിടെ കായ്ച്ചിട്ടുണ്ട്. ഇതിവിടെ ചക്ക ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത്രയും വലിയ പ്ലാവുകളാണ്. ഇതെല്ലാം കവറിലാണ് ഇരിക്കുന്നത്. പക്ഷേ മണ്ണിലോട്ട് വേര് പോയിട്ടുണ്ട്.
ഇത് നമുക്ക് ഇളക്കി മഴക്കാലത്ത് ഇളക്കിയിട്ട് നടാൻ കഴിയും. ഇത് പലപ്പോഴും ഒരു പരാതി പോലെ പറയുന്നത് പിന്നെ നമ്മുടെ ഇവിടെ നിന്നല്ല ഏത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവിടെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. വീട്ടിൽ കൊണ്ടുചെന്ന് നട്ടു കഴിഞ്ഞാൽ അത് അത്രയും ഹെൽത്തി ആവുന്നില്ല, പെട്ടെന്ന് കായ്ക്കുന്നില്ല. ശരിക്കും പ്രകാശമാണ് ഇതിന് ആവശ്യം മിക്ക ചെടികൾക്കും. അത് പിന്നെ നമ്മുടെ മാംഗോസ്റ്റീൻ, അബിയു പോലുള്ളതിൽ സെമി ഷെയ്ഡിൽ വളരുന്ന ചെടികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും നല്ല സൂര്യപ്രകാശം വേണം. അങ്ങനെ സൂര്യപ്രകാശം ഉള്ളിടത്ത് നമ്മൾ ചെടികൾ നട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടുകയുള്ളൂ. ഇനി അതിന് വളർച്ചാ ഘട്ടത്തിലും പിന്നെ വേരിറങ്ങുന്ന ഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള വളങ്ങൾ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ തോട്ടത്തിലാണെങ്കിൽ. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ DAP എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വളം, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞൊരു വളം ഇടുന്നുണ്ട്. ഒരു മാസത്തിലൊരു 3-4 തരി ഒരു ചെടി എടുത്തിട്ട് നല്ല വളർച്ച കിട്ടും. അതുപോലെ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൊട്ടാഷ് വളങ്ങളാണ് കൊടുക്കാനുള്ളത്. വേരിറങ്ങാനുള്ളത് നൈട്രജൻ വളങ്ങൾ. നൈട്രജൻ വളങ്ങൾ വളർച്ചയ്ക്കും, അതുപോലെ ഫോസ്ഫറസ് വളങ്ങൾ വേരിറങ്ങാനും, കായ്ക്കാൻ പൊട്ടാഷ് വളങ്ങളുമാണ് കൊടുക്കുന്നത്. അതിന് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് അത് വരും പുറത്ത് നട്ടു കഴിഞ്ഞാൽ. പിന്നെ എല്ലായിടത്തെയും മണ്ണിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മണ്ണിൻ്റെ കൂടെ ചാണകം പലരും ചാണകപ്പൊടി ഇട്ടിട്ട് അത് നന്നാവുന്നില്ല. നമ്മൾ ചാണകപ്പൊടി ഇടുന്നു. പക്ഷേ ചാണകപ്പൊടി ഒരിക്കലും വെയിലത്ത് ഉണക്കാൻ പാടില്ല. ഷെയ്ഡിൽ ഉണക്കി എടുക്കുന്ന ചാണകപ്പൊടിയെ അത് ഗുണമുള്ളൂ. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി. വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞൊരു വളമല്ല, ഒരു എല്ലുപൊടിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളൂ. എങ്കിലും അത് തുടക്കത്തിൽ അതേ ഇതിന് ചെടികൾക്ക് ആദ്യഘട്ടങ്ങളിൽ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പ്ലാവ് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീഡ്ലിംഗ് കുരു മുളപ്പിച്ച് നിർത്തിയൊക്കെയാണ്. അതിപ്പോൾ ഏറെക്കുറെയൊക്കെ ബഡ് ചെയ്യാനുള്ളൊരു പരുവമായിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച കുറച്ചൊന്ന് മഴ തോരുന്ന ദിവസം നമുക്ക് ഇത് ബഡ് ചെയ്യാൻ കഴിയും. കുറെ എല്ലാ ഇനങ്ങളും നമ്മളിലുണ്ട്. ഇത് ഡങ് സൂര്യ എന്ന് പറയുന്ന ഒരു ഇനമാണ്. പിന്നെ ഇതിൽ തന്നെ വിയറ്റ്നാം എയർലി, നമ്മൾ നേരത്തെ കണ്ട കംബോഡിയൻ ഓറഞ്ച് ജാക്ക്, അതുപോലെ പുതിയ വിസ്മയ, പിന്നെ എവിയാർക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ ഇനമാണ് എവിയാർക്ക്. ഏറ്റവും മധുരമുള്ള, ഏറ്റവും കൂടുതൽ ബ്രിക്സ് കണ്ടന്റ് ഉള്ള ഒരു ഇതാണ് എവിയാർക്ക്. അതുപോലെ ശങ്കര, സിദ്ധു അടക്കം എല്ലാ പ്ലാവനങ്ങളും നമ്മളിലുണ്ട്. ഇത് റംബുട്ടാൻ വെറൈറ്റീസ് ആണ്. റംബുട്ടാൻ്റെ തന്നെ ഒത്തിരി ഇനങ്ങളുണ്ട്. കൊമേഴ്സ്യലായിട്ട് നടാൻ പറ്റുന്ന ഇനങ്ങൾ തന്നെയാണ് ഏറെക്കുറയും. എന്നിരുന്നാൽ ഇത് N18 എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് എല്ലാവരും നട്ടു വളർത്തുന്ന ഒരു ഇനമാണ്. അതുപോലെ ബിഞ്ചായി ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, മഹാർലികയുണ്ട്, പിന്നെ ഇപ്പോൾ KG10 ഉണ്ട്. അതുപോലെ സീസർ എന്ന് പറഞ്ഞിട്ട് ഒരു 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 1 കിലോ വരത്തക്ക രീതിയിൽ അത്രയും വലിപ്പമുള്ള പ്ലാന്റ് അതുണ്ട്. അതുപോലെയുള്ള എല്ലാ വെറൈറ്റികളും നമുക്ക് അവൈലബിൾ ആണ്. ഹോം ഗ്രൗണ്ട് ഓതറൈസ്ഡ് ഏജൻസിയാണ്. റംബുട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 175 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റംബുട്ടാന് വിലയുണ്ട്. ചെറുതാണ്. ഇച്ചിരി ഒരു 225 റേഞ്ച് വരുമ്പോൾ നല്ല ഇതാണ്. ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. കായ്ച്ചു തുടങ്ങിയത് കിട്ടത്തില്ല. കായ്ച്ചു തുടങ്ങിയതൊക്കെ ആണെങ്കിൽ വിലയുണ്ട്. ഒരു 225 രൂപയുടെ ചെടികളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ടൊക്കെ അത് കായ്ച്ചു കിട്ടും. ഇത് N18 എങ്കിലും വലിയ പ്ലാന്റ് ആണ്. ഒരു 6 പേര് ഒക്കെ പിടിച്ചാലേ ഇതിൻ്റെ ഈ കവറോടെ നമുക്ക് എടുത്ത് വണ്ടിയിലേക്ക് ഉയർത്തി കയറ്റാൻ പറ്റത്തുള്ളൂ. വലിയ പ്ലാന്റ് ആണ്. ഇതിന് വിലയുണ്ടാവും. ഇത് 4 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇപ്പോൾ പ്ലാന്റ് തന്നെ മൊത്തം 6 വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ് നിൽക്കുന്നത്. ഇതൊക്കെ പുതിയ വീട് ഒക്കെ വെക്കുമ്പോൾ അവർക്ക് ഇതിനെ നട്ട് വളർത്തി കായ്ക്കുന്നത് വരെ കാത്തിരിക്കേണ്ട. ആ സമയത്ത് തന്നെ ഇത് കൊണ്ടുവച്ച കായോടുകൂടി തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റും. പിറ്റേ വർഷം മുതൽ നിറയെ കായ്ച്ചോളും. പക്ഷെ എപ്പോഴും നല്ല സൺലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് 1 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറയുന്നത് 5 വർഷം കഴിഞ്ഞാലും കായ്ക്കത്തില്ല. ഇതാണ് സീസർ എന്ന് പറയുന്ന റംബുട്ടാനാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കായാണ്. 10 കായ വയ്ക്കുമ്പോൾ 1 കിലോ വരും. ഇപ്പോൾ KG10 എന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ട്. അതും ഏറെക്കുറെ ഇതുപോലെ തന്നെ. ഇതൊക്കെ പഴുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൂടി പഴുത്തതിന് ശേഷം മരത്തിൽ തന്നെ നിർത്തി വയ്ക്കണം. എങ്കിലൊരു തേൻ പോലെ അതിനകത്തൊരു ദ്രാവകം ഉണ്ടാവും. അത് ഭയങ്കര രുചികരമായിട്ടുള്ള സാധനമാണ്. നമ്മളെപ്പോഴും ഇതിന് മധുരമില്ലാന്നൊക്കെ തോന്നുന്നത് പഴുത്ത ചുവപ്പ് വരുന്ന സമയത്ത് തന്നെ നമ്മളത് അടർത്തിയെടുക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോഴാണ് മധുരം കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. മാവിൻ്റേത് ഒരു 46 വെറൈറ്റി നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് നാംഡോക്ക് മൈയാണ്. മൈ എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലെങ്കിൽ യെല്ലോ മഞ്ഞ എന്നുള്ള അർത്ഥമാണ് അവരുടെ ഭാഷയിൽ മൈ. അതിലുള്ള തന്നെ പർപ്പിളുണ്ട്. വലിയ പർപ്പിൾ മാവ് ഇവിടെ മാങ്ങയോടുകൂടി ഉണ്ടായിരുന്നു. അത് വിറ്റ് പോയിട്ടുണ്ട്. മാവിൻ്റെ വിവിധ ഇനങ്ങളുണ്ട്.
നമുക്ക് മാവ് ബഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നാലും ഒരു 150 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൽക്കട്ട മാവല്ല, കൽക്കട്ട മാവാണെങ്കിൽ 40 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിൽ അതും പല നഴ്സറികളിലും വന്നിട്ടത് കൊണ്ടുപോയിട്ട് ഇനം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞൊരു പരാതി പൊതുവേ കേൾക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു വണ്ടി വരികയാണെങ്കിൽ 1,40,000 രൂപ വണ്ടി വാടക മാത്രമുണ്ട്. 40,000 ചെടികൾ, ചെറിയ ചെടികൾ വരും. അതിൽ ഒരു ചെടിക്ക് ടാഗ് ചെയ്യുന്നതിന് ഒരു 50 പൈസ ചിലവുണ്ട്, 60,000 രൂപ ചിലവാണ്. ആ ചിലവ് കരുതി ഈ ഒരു ലെയർ അടുക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഇനം അടുക്കിയിട്ട് അതിനെ കയറൊക്കെ കെട്ടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഇറക്കാൻ നേരത്ത് വൈകുന്നേരങ്ങളിൽ ആരെങ്കിലും ബംഗാൾ സ്വദേശികൾ ആരെങ്കിലും ആയിരിക്കും ഇവിടെ വന്നത് ഇറക്കി വെക്കുന്നത്. പിറ്റേന്ന് വരുന്നവർ അവരല്ല ഇത് വിൽക്കാൻ വരുന്നത്. അപ്പോൾ ഏതാണോ ബോർഡ് ഇരിക്കുന്നത് ആ ഇനം വെച്ച് വിൽക്കേണ്ടി വരും, ടാഗ് ചെയ്യാതെ കൊണ്ടുവരികയാണെങ്കിൽ. ഞങ്ങൾ ബംഗാളിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിലല്ല, ടാഗ് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ബഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇനം മാറിപ്പോവാറില്ല. ഒരു 99% ഇനം മാറിപ്പോവാറില്ല. പിന്നെ അവിചാരിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് എടുത്തു വെക്കുമ്പോഴോ ടാഗ് പൊട്ടുമ്പോഴോ ഒക്കെ അവർക്ക് അറിയാത്തത് കൊണ്ട് അപ്പുറത്തോട്ട് ചിലപ്പോൾ മാറിപ്പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് അതായിരിക്കും. ഏകദേശം 5 അടി ഹൈറ്റുള്ള 18 ഇഞ്ച് പോട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു നാംഡോക്ക് മയ്യൊക്കെ ഒരു 1,800 രൂപ റേഞ്ച് വരും. ഇത് നീലം മാവാണ്. ഇത് അത്രയും വില വരത്തില്ല, ഇതൊരു 1,200 റേഞ്ചിൽ വരും. പിന്നെ ഇത് വന്നിട്ട് ഇത് കോട്ടൂർ കോണത്തിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരു വിഭാഗം ആണിത്. അതായത് വലിപ്പത്തിലുള്ള വ്യത്യാസമാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് എഡ്വാർഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു മാവാണ് എഡ്വാർഡ് ഗ്രീൻ. ഒക്കെ പുതിയ പുതിയ ഇനങ്ങളാണ് എഡ്വാർഡ് ഗ്രീൻ. കോട്ടൂർ കണം ഒരു തട്ട് തന്നെ 150 രൂപ വില വരും, ഒരു തട്ടായത്. പിന്നെ ഇങ്ങനെ മുളച്ച് വരുന്നതുകൊണ്ട് 110 രൂപയ്ക്ക് അത് മുളച്ച് വരുന്നതുള്ളൂ. പക്ഷെ അത് അപ്പടി നമ്മൾ കൊടുക്കാറില്ല. പിന്നെ നഴ്സറിക്കാർക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. പേരയാണ് അരക്കാവുന എന്ന് പറയുന്നൊരു പേരയാണ്. ഇതൊക്കെ പുതിയ വെറൈറ്റി ആകുമ്പോൾ ഇതിന് റേറ്റ് ഉണ്ടാകും. ഇതിന് നമുക്ക് 300 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അരക്കാവുന. ഇച്ചിരി ഒരു വലിയ പ്ലാന്റ്, ഒരു 1.5 അടി ഒക്കെ ഉള്ള പ്ലാന്റിന് അരക്കാവിന് റേറ്റ് ഉണ്ട്. മറ്റേത് ക്രിംസൺ റെഡാണ്. ക്രിംസൺ റെഡ് എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ട് തന്നെ ഒരു പ്ലാന്റ് ആണ്. ഇത് ഹോം ഗ്രൗണ്ട് എല്ലാ പ്ലാന്റുകളുടെ അവരുടെ റേറ്റ് തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസം ഉണ്ടാവില്ല. എത്രയാണോ അവർ കോമൺ ആയിട്ടൊരു നഴ്സറി കൊടുക്കുന്നത് ആ റേറ്റ് തന്നെ എല്ലായിടത്തും ഒരു റേറ്റ്. അവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ റേറ്റ് ആയിരിക്കും നമുക്കും ഉള്ളത്. ക്രിംസൺ റെഡ് സീഡ്ലെസ് ആണ്, റെഡ് കളറാണ്, നല്ല മധുരമുള്ള ഇനമാണ്. ഇത് ട്രീ പെപ്പർ എന്ന് പറയുന്ന അതായത് മരക്കുരുമുളകാണ്. നമുക്കിതിൻ്റെ കുരുമുളകിനെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ കഴിയില്ല, ഒരു ചുവന്ന കളറാണ് ഇതിന്. ഇത് നമ്മൾ കറിവേപ്പില പോലെ കറിയിലിട്ടതിന് ശേഷം എടുത്ത് കളയാൻ പറ്റും. ഒരു എരിവിനൊപ്പം ഒരു ചെറിയ മധുരം കൂടിയുള്ള ഒരു ഇനമാണിത്. ഇതൊക്കെ വിദേശ ഇനങ്ങളാണ്. ഇതൊക്കെ ചെറിയ വിലയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 125 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വൈറ്റ് ഞാവലാണ്. ഇതൊക്കെ നമുക്ക് ചെറിയ വിലയേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു 125 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരും. ഇത് സീ ഗ്രേപ്പാണ്. കൊക്കോലബ്ബ എന്നും പേരുണ്ട് ഇതിന്. ഈ കൊക്കോലബ്ബ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ചെറിയ പഴങ്ങളാണ്, വളരെ ചെറിയ കുരുമുളക് പോലെ ഉള്ള ചെറിയ പഴങ്ങളാണ്. പഴത്തിന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി കളക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഇത് കൊണ്ടുവരുന്നത്. വീട്ടിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് എല്ലാം വീട്ടിലാണുള്ളത്. ഇവിടെയും മദർ പ്ലാന്റ് എന്ന് പറയാം. ഇതെന്ന് വേണമെങ്കിൽ കായ്ച്ചതാണല്ലോ, കായ്ച്ചതിന് ശേഷം നമുക്ക് ഇത് കായ്ച്ച പ്ലാന്റുകളാണ്. പിന്നെ ചെറിയ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ ഒരു 125, അതിൽ നമുക്ക് ആ റേറ്റേ വരത്തുള്ളൂ. റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. പക്ഷെ ഇതിന് നല്ലൊരു പഴമാണത്, നല്ല മധുരമുള്ള സൂപ്പർ പഴമാണ്. നമുക്ക് അത്യാവശ്യം ഷെയ്ഡുള്ളിടത്ത് നട്ടു വളർത്താൻ പറ്റും. അതിന് പക്ഷേ വിലയുണ്ട്. ഒരു 450 രൂപ മുതലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, ഇച്ചിരി വലുത്. തീരെ ചെറുതാണെങ്കിൽ നമുക്ക് 225 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ തീരെ ചെറുത് മുളപ്പിച്ചെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് സ്വീറ്റ് ലൂവിയാണ്. നമ്മുടെ സാധാ ലൂവിയേക്കാളും നല്ല മധുരമുള്ള അത്യാവശ്യം നല്ല പഴമാണ്. ഞാൻ പലതും ഇത് കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അല്ലാത്തത് അല്ലാന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ളതാണ് സ്വീറ്റ് ലൂവി. സ്വീറ്റ് ലൂവി നമുക്ക് പിന്നെ ഗ്രാഫ്റ്റ് തൈ കിട്ടുകയുള്ളൂ. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈക്ക് ഒരു 300 രൂപ റേഞ്ച് ഉണ്ടാവും. ഇത് ട്രോപ്പിക്കൽ ആപ്രിക്കോട്ടാണ്.
ആപ്രിക്കോട്ടിൻ്റെ അത് തന്നെ നമ്മുടെ കഴിക്കുന്ന ആപ്രിക്കോട്ട് നമ്മൾ സാധാരണ വാങ്ങിച്ച് കഴിക്കുന്നത് അതല്ല, ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിൽ അത്ര മധുരം ഉണ്ടാവില്ല, ചെറിയ മധുരമേ ഉള്ളൂ. പക്ഷേ ഇത് അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. അത് നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് കായ്ച്ചതാണ്. ചെറിയ കായ്കളാണ്, അച്ചാറിടാനായിരിക്കും ഏറ്റവും നല്ലത്. പഴത്തിന് മധുരം കുറവാണ്. അമ്പഴമാണ് ഇത്, സ്വീറ്റ് അമ്പഴമാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലുണ്ട്, സ്വീറ്റ് ഉള്ളതും അല്ലാത്തതും ഉണ്ട്. പഴുത്താൽ സ്വീറ്റ് ഉള്ളതാണ് ഇത്, ഇനി ഇത് സ്വീറ്റ് ഇല്ലാത്തതും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും അച്ചാറിടാനാണ് ഏറ്റവും നല്ലത്. അതുപോലെ മീൻകറിയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടാം. കുട്ടികൾക്ക് പഴുത്താലും നല്ല രസകരമായിട്ട് കുട്ടികൾ കഴിക്കും. മധുരം പൊതുവേ കുറവാണ്. തായ്ലൻഡ് ആൾ സീസണാണ് മാവ്. നമ്മളതിൽ ധാരാളം മാവുണ്ട്. പക്ഷേ ഇത് എല്ലാവരും നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഇത് ഒരു മാങ്ങാണ്ടിയുടെ പുറത്തൊരു ലാമിനേഷൻ പോലെ ഒരു കുറച്ച് മാംസളമായിട്ടുള്ള ഭാഗം വളരെ കുറവാണ്. അപ്പോൾ ഇത് അങ്ങനെ ഇതിലുള്ളൂ. അച്ചാറിടാനോ അല്ലെങ്കിൽ മീൻകറിയിലോ ഒക്കെ ഇടാനോ ചെറുതിലേ കൊള്ളാം. പഴുത്ത് കഴിഞ്ഞാൽ അധികം രുചിയും ഇല്ല, മാത്രമല്ല ഇതിനകത്തൊന്നുമില്ല, മാംസളമായിട്ടുള്ള ഭാഗം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് പർപ്പിൾ കളർ മട്ടോവയാണ്. ഇതിൻ്റെ തന്നെ പുതിയ ഇതുണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ഇപ്പോൾ ജംബോ യെല്ലോ ഉണ്ട്. അത് വലിയ കായ്ക്കുന്നതുണ്ട്. ഇതിനൊക്കെ പൊതുവെ 600 രൂപ മുതലാണ് ഇതിൻ്റെ തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറിച്ചെടുക്കുകയാണ്. ഇത് പർപ്പിൾ മട്ടോവയാണ്. നമ്മളിതിന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കും. നല്ല പഴമാണ്, അത്യാവശ്യം നല്ല പഴമാണ്. സീസൺ അല്ല, എന്നിട്ട് നോക്കി. ഇതാണ് കേട്ടോ, നല്ല പഴമാണ്. നല്ല മധുരമുള്ള പഴം, അടിപൊളി മധുരം, നല്ല മധുരമുള്ള പഴമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. സൂപ്പർ. ഇതാണ് മട്ടോവയുടേത്. നമുക്ക് 600 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ജംബോ യെല്ലോ ഒക്കെ ഉണ്ട്, അതിപ്പോൾ 2000 രൂപ ഒക്കെ വില വരും, ജംബോ യെല്ലോ വരുമ്പോൾ. ഇത് നമ്മുടെ ബെറാപ്പിളാണ്. ഇതൊരു 1200 രൂപയാണ് ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില വരുന്നത്. അതിൻ്റെ പഴം കൊടുത്താൽ ഇപ്പോൾ 1200 രൂപ കൂടുതൽ വിൽക്കാനുള്ള പഴം നിൽപ്പുണ്ട് അതിൽ. നമുക്കതിൽ പഴം നമുക്ക് പറിച്ച് നോക്കാം. നല്ല 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 വലിപ്പമുള്ള പഴമാണ്. കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഉണ്ടോ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. 125 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഐസ്ക്രീം ബീൻ എന്ന് പറയുന്നൊരു ചെടിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ പഴം പയർ പോലെ നീളമുള്ള, എന്നാൽ വളരെ വണ്ണം കൂടിയ പയർ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് കുരുവിന് ചുറ്റും ഒരു പഴുപ്പുണ്ടാവും. അതാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനം. പിന്നെ ഇത് ഇലവൊഴിയാത്ത ഒരു ചെടിയാണ്. തണലായിട്ട് നട്ടു വളർത്താം. കൂടുതൽ സ്ഥലമുള്ളവർക്ക് വളരെ സൗകര്യപ്രദമാണ്. വീടിൻ്റെ മുമ്പ് അലങ്കാര ചെടിയായിട്ട് വെട്ടി ഒതുക്കി നിർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ ഐസ്ക്രീം ബീൻ. ഇത് കായ്ക്കാൻ 4 വർഷമെങ്കിലും എടുക്കും. തൈ 125 രൂപയിലുണ്ട്. വലിയ സൈസ് മാവുകൾ വേണമെന്നുള്ളവർക്കുള്ള മാവുകളാണ്. ഇതിൽ കോട്ടർകോണമുണ്ട്, അതുപോലെ ബംഗളോറ ഉണ്ട്, ബംഗനപ്പള്ളിയുണ്ട്, പല ഇനം മാവുകളും വലിയ മാവുകൾ ഉണ്ട് നമ്മളതിൽ. ഇത് വന്നിട്ട് ഇത് വലിയ മാവാണ്. ഇതിന് 4000 രൂപയ്ക്കും ഉള്ളു. 4200 ആ റേഞ്ച് ആയിരിക്കും. അതിന് ഓരോന്നിനും കോഡ് നമ്പറും കാര്യങ്ങളും ഇടുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരേ റേറ്റാണ്. കാര്യം പിന്നെ പലയിടത്തും വരുമ്പോൾ നടന്നു വരുന്ന ആളിനൊരു റേറ്റ്, ബൈക്കിൽ വരുന്നവർക്ക് വേറൊരു റേറ്റ്, കാറിൽ വരുന്നവർക്ക് വേറൊരു റേറ്റ്, അങ്ങനെയല്ല. ഇത് നമുക്കൊരു ബില്ലിംഗ് ആപ്പിലാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളിനെല്ലാം ചെയ്യാൻ പറ്റും. അതിനപ്പുറം ക്വാണ്ടിറ്റി കൂടുതൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്വാണ്ടിറ്റി ബേസിലുള്ള റേറ്റ് കുറയുകയും ചെയ്യും. ഇത് വാൾനട്ടാണ്. വാൾനട്ട് പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇത് കായ ഉണ്ടാവില്ല. വളർച്ചയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സുഗന്ധമുള്ളതാണ് ഇതിൻ്റെ ഇലകളിൽ. അപ്പോൾ ഇതിൻ്റെ ഈ തോട്ടത്തിന് ഇടയ്ക്കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ, ഈ ചെടികളുടെ ഇടയിൽ കയറിപ്പോയാൽ ദേഹമൊക്കെ നല്ലൊരു സുഗന്ധമായിട്ട് വരും. ഇത് സബ്ട്രോപ്പിക്കലാണ്. നമുക്ക് ഇടുക്കി, വയനാട് പോലുള്ള ഭാഗത്തുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. ഇവിടെ നമുക്ക് കായ് ഇതുവരെയും കായ്ച്ച് കണ്ടിട്ടില്ല നമ്മൾ. ഇത് തണുപ്പുള്ള ഭാഗത്തെ കായ്ക്കാൻ സാധ്യതയുള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് കൈ തേച്ചിട്ടൊന്ന് കൈ മണത്ത് നോക്കിയാൽ മതി. നല്ലൊരു ഹൃദ്യമായ ഒരു സുഗന്ധമാണ്. ഒരു പെർഫ്യൂമിന് കിട്ടാത്ത വേറൊരു സുഗന്ധമാണത്. ആപ്പിൾ പ്ലാന്റ് ആണ്. അത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അത് അന്ന, ഡോർസെറ്റ്, M9,
HRMN 99, അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ അന്നയെന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഗോൾഡൻ ഡോർസെറ്റ് ഉണ്ട്, അത് ഇവിടെ കായ്ക്കും. ഇവിടെ ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കലാണെങ്കിൽ പോലും ഒരു ചെടിയിൽ ഒരു 4, 3, 2 ഒക്കെ ഇവിടെ നമ്മൾ കായ്ച്ചു കണ്ടിട്ടുള്ളൂ. ഒരു വീട്ടിൽ മാത്രം നമ്മൾ കൊടുത്തത് 49 കായ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നേരത്തെ യൂട്യൂബറൊക്കെ ഇട്ടിരുന്നു. അത് തിരുവനന്തപുരത്താണ്, പേട്ടയിൽ. ആപ്പിളിൻ്റെ തൈ 275 രൂപ മുതലാണ് ആപ്പിളിൻ്റെ തൈ ഗ്രാഫ്റ്റ് ചെയ്ത് 2 വർഷം പ്രായമായി. ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം 2 വർഷം പ്രായമായി 275 മുതൽ കിട്ടും. വലിയ പ്ലാന്റുകൾ പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 6 വർഷം പ്രായമായ റൂട്ട് സ്റ്റോക്കിലാണ് ബഡ് ചെയ്യുന്നത്. അങ്ങനെ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ കൊല്ലം കായ്ക്കുകയും ചെയ്തും ഭയങ്കരമായിട്ടുള്ള കായിക വളർച്ച ഉണ്ടാകും. വലിയ മരം, പെട്ടെന്ന് വലിയ മരം ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. സാധാരണ നഴ്സറികളിലൊന്നും കാണാത്തതാണ് പെർസിമൻ, അല്ലെങ്കിൽ കാക്ക ഫ്രൂട്ട് എന്ന് ഗൾഫിൽ പറയുന്ന ആ സാധനമാണിത്. ഇതിവിടെ പൂവിട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സബ്ട്രോപ്പിക്കലാണ്. ഇത് ഇവിടെ കായ്ക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്കിത് വിൽക്കാൻ പറ്റത്തില്ല. വിലയുണ്ട്, 950 രൂപ ഒരു പ്ലാന്റിന് വിലയുണ്ട്. ഇത് കാലിസീന എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. ഇവിടെ ഈ ചെറിയ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇവിടെ കായ്ച്ചിട്ടില്ല, പക്ഷേ പലയിടത്തും ധാരാളം കായ്ച്ചിട്ടുണ്ട്. നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിൽ ഒരുപാട് ഇത് കായ്ച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഡുരിയാൻ്റെ നല്ലൊരു വെറൈറ്റിയാണ്. മൊസാങ്കിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ശരിക്കും പഴത്തിന് ഒരു ബാഡ് സ്മെല്ലുണ്ട്. പക്ഷേ നമുക്ക് ബാക്കിയകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിമധുരമാണ്, നല്ല പഴമാണത്. ഇതിൻ്റെ തൈകൾ വിലയുണ്ട്, ഗ്രാഫ്റ്റ് തൈയേ ഉള്ളൂ. നോർമൽ തൈക്ക് വിലയില്ല. 60 രൂപ റേഞ്ചിൽ നോർമൽ തൈകളുണ്ട്. പക്ഷെ അത് കായ്ക്കാൻ 20 വർഷത്തോളം എടുക്കും. ഇതാണെങ്കിൽ കായ്ക്കാൻ ഒരു 1.5-2 വർഷത്തിൽ കായ്ക്കും. ഇതിന് 1200 റേഞ്ച് വരും. ഇത് നല്ലൊരു പഴമാണ്. ചെറിയ ഫ്രിയോ ഗ്രാൻഡ്, ഒരു ചെറിയ നൂല് പോലെ താഴോട്ട് ഒരു ഇത് വന്നതിന് ശേഷം അതിലാണ് ഒരു കായ ഉണ്ടാകുക. നല്ല വയലറ്റ് കളറിലെ കായാണ് ഉണ്ടാകുക. ചെറിയ ഫ്രിയോ ഗ്രാൻഡ്. യൂജീനിയ റിപ്പൻഡ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ്. യൂജീനിയ റിപ്പൻഡ. ഇത് നമ്മുടെ ഇവിടെ കായ്ക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇത് പഴം കായ്ക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. സിറിക്കോട്ട് എന്ന് പറയും. സിറിക്കോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് വാദ്യ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ തടിയാണ് ഉപയോഗിക്കുക. 5 വർഷം നട്ട് വളർത്തി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ ചെടിക്ക് ഇതിൻ്റെ മരത്തിന് വിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അധികം ആയിട്ടില്ല, പുതിയ വെറൈറ്റിയാണ്. ഇതിൽ നമ്മളിതുപോലെ ഒരു കോഡ്, മിക്കവാറും എല്ലാത്തിലും ഒരു കോഡ് വെച്ചിട്ടുണ്ട്. ആ കോഡാണ് നമ്മുടെ ഇതിൻ്റെ വിലയും ഇതിൻ്റെ പേരും ഒക്കെ തിരിച്ചറിയാൻ നമ്മുടെ ഒരു ബില്ലിംഗ് ആപ്പുണ്ട്. നമ്മുടെ തന്നെ ഒരു IT കമ്പനിയുണ്ട്. അത് ക്ലൗഡ് ബേസ്ഡ് ഒരു ബില്ലിംഗ് ആപ്പാണ്. iBiller എന്നാണ് പേര്. അപ്പോൾ അത് മൈക്രോ പാർക്ക് എന്നാണ് കമ്പനിയുടെ പേര്. അത് ഞാൻ തന്നെയാണ്, അത് ഞങ്ങൾ 2 പേര് ചേർന്നിട്ടാണ് ആ കമ്പനി നടത്തുന്നത്. അതിൽ നമ്മൾ ഈ കോഡ് നമ്മൾ ഈ ബില്ലിംഗ് ആപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര എണ്ണം ഉണ്ട്, കിട്ടുന്ന വില എത്രയാണ്, കൊടുക്കുന്നത് വില എത്രയാണ്, എത്ര രൂപ വരെ പരമാവധി ഡിസ്കൗണ്ട് ചെയ്യാം, എല്ലാം അതിൽ നമുക്ക് കാണിക്കാൻ പറ്റും. വേൾഡിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ബില്ലിടാം. പ്രിന്റ് അതാത് സ്ഥലത്ത് പ്രിന്ററുകളെടുത്ത് വെച്ച് പ്രിന്റ് എടുത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഒടിച്ചുകുത്തി നാരകമാണ്. ഒടിച്ചുകുത്തി നാരകം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിഴിഞ്ഞ് നമ്മുടെ ജ്യൂസ് എടുത്തിട്ട് നാരങ്ങ വെള്ളത്തുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഇത് അച്ചാറിടാനും ആണിത് ഉപയോഗിക്കുന്നത്. 2 രീതിയിൽ. പിന്നെ കറി വയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട്. 3 രീതിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ വിലയുള്ളൂ. ഒരു 75 രൂപയെ തൈയുടെ വില ഉണ്ടാവുള്ളൂ. എപ്പോഴും ഉണ്ടാവും. അതിപ്പോഴും സീസണൊന്നുമല്ല, എപ്പോഴും കായ്ക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വീണ്ടും കായ്ക്കും. എപ്പോഴും ഉണ്ടാവും. ഗ്രാഫ്റ്റ് ചെയ്ത മാംഗോസ്റ്റിനാണ്. ഇതൊരു 1-1.5 വർഷത്തിൽ കായ്ക്കും. നമ്മൾ സാധാരണ മാംഗോസ്റ്റിൻ കായ്ക്കാൻ ഒരു 7 മുതൽ 9 വർഷം വരെയൊക്കെ എടുക്കും. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്ക് ഇതിൻ്റെ വില കൂടുതലുണ്ട്. ഗ്രാഫ്റ്റിംഗ് തുടങ്ങുന്നത് തന്നെ 950 രൂപയിലായിരിക്കും. കുറച്ചുകൂടെ വലിപ്പം വയ്ക്കുമ്പോൾ 1200-1500 റേഞ്ചിലേക്ക് വരും. അല്ലാതെ നമ്മുടെ ചെറിയ പ്ലാന്റ് വരുന്നത് 125 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് ബുദ്ധാസ് ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു നാരകമാണ്. നെറ്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം. ഈ 5 വിരൽ പോലെ 5 ഇതൊക്കെ വരുന്ന ഒരു നാരകമാണ്. ഇത് അത്യാവശ്യം കൊള്ളാമെന്നല്ലാതെ, കാണാൻ ഭംഗിയുണ്ടെന്നല്ലാതെ ഇതിനത്രയും കഴിക്കാനുള്ളൊരു മധുരവും അങ്ങനെയുള്ളതൊന്നുമില്ല. നാരകത്തിൻ്റെ സാധാ നാരകം പോലെയാണ്. ജാമ്പേര് ഒരു 14ഓളം വെറൈറ്റി ഉണ്ട്. പുതിയ വെറൈറ്റി ഷുഗർ കെയിൻ, അതുപോലെ ബോഫി, പിന്നെ അതുപോലെ കുറേ പുതിയ ഡൽഹരിയൊക്കെ നേരത്തെ ഉള്ളതാണ്. ഉമർ ജാമ്പ അടക്കം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ഇനം ജാമ്പുകളും ഉണ്ട്. ഡൽഹരി അതുപോലെ കരിമ്പിൻ്റെ രുചിയുള്ളതാണ് ഈ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞിട്ട് കരിമ്പിൻ്റെ. പിന്നെ ബോഫി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ജാമ്പയുണ്ട്. വെരിഗേറ്റഡ് സപ്പോർട്ടയാണ്. ഇതിൻ്റെ മുകളിൽ വേറെ എന്തൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട്. ഇത് വീട്ടിൻ്റെ മുമ്പേക്ക് നടാൻ നല്ല ഭംഗിയാണ്. വെട്ടി ഒതുക്കി നമുക്ക് നിർത്താൻ ചെയ്യാം. എപ്പോഴും കായ ഉണ്ടാവും.
ഒരു സെറ്റ് കായ കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വീണ്ടും കായ്ക്കും. ഇപ്പോൾ കായ്ച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ കായപ്പോൾ നല്ല മധുരമുള്ള വെറൈറ്റിയാണത്. ഇതിന്റെ തൈകൾ നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യും? ഇതിൻ്റെത് 175 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ കഴിച്ചത് മട്ടോവയുടെ പർപ്പിളാണ്. ഇതിൻ്റെ യെല്ലോ മട്ടോവയാണ്. അപ്പോൾ പുതിയ ജംബോ യെല്ലോയും ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് ഇത് മട്ടോവ ഗ്രീനാണ്. ഇതിൻ്റെ ഇലയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ പഴങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. സുരിനാമാണ്. സാധാരണ സുരിനാം ചെറിക്ക് തന്നെ നമുക്ക് നേരത്തെ ഡിമാൻഡില്ലാതെ ഒട്ടും ഡിമാൻഡില്ലാത്ത സാധനമായിരുന്നു. എല്ലാ വീട്ടിലും ഈ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭയങ്കര ഡിമാൻഡായിട്ട് ഇതെന്തോ ഔഷധ ഗുണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള അറിവില്ല. എങ്കിലും അതിൻ്റെ നോർമൽ പുളിയുള്ളതിന് പോലും നല്ല വിലയുണ്ട്. ഇതിപ്പോൾ മധുരമുള്ളതാണ്. ഈ ബ്ലാക്ക് സുരിനാം. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ബ്ലാക്ക് ആവില്ല. ഒരു വയലറ്റ് കലർന്ന ഒരു നിറം വരെ വരും. അത്രയേ ഉള്ളൂ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഇനമാണ്. നോർമലി മധുരം കുറവുള്ള ഇനങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. തൈകൾ ഇതെല്ലാം 125 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഫൈക്കസ് പേരയാണ്. അതുപോലെ തന്നെ കണ്ടാൽ ഫൈക്കസ് ആലു പോലെ തന്നെ ഇരിക്കും. കൊലയായിട്ടത് കായ്ക്കും. പിന്നെ ഇതിന് ചെറിയ തൈക്ക് ഇതിന് 225 വിലയുണ്ട് ഫൈക്കസ് പേരയ്ക്ക്. എൽഡർബെറി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ചെറിയ പഴമാണ്. മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സബ്ട്രോപ്പിക്കൽ ആണ്. ഇവിടെ കായ്ക്കാൻ സാധ്യത വളരെ കുറവാണ്. ചെറിയ വിലയുള്ളൂ. 100 രൂപയ്ക്ക് പ്ലാന്റിന് വിലയുള്ളൂ. ഇതൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ മറ്റ് ജില്ലകളിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുത്തു വെച്ചേക്കുന്നത്. ഇതാണ് അബിയു നല്ല ഒരു പുതിയ പഴമാണ്. നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ്. ഇതിൻ്റെ ഒരു 6 വെറൈറ്റി നമ്മളിലുണ്ട്. പെട്ടെന്ന് കായ്ക്കുന്നത്, അതുപോലെ കൂടുതൽ എണ്ണം കായ്ക്കുന്നത്, കൂടുതൽ വലിപ്പമുള്ളത്, ചെറിയ എണ്ണം കൂടുതലും കായ്ക്കുന്നത്, അങ്ങനെ മധുരം കൂടുതലുള്ളത്, അങ്ങനെയുള്ള പല വെറൈറ്റികളും ഇതിലുണ്ട്. അതെല്ലാം ഇനം തിരിഞ്ഞ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതുണ്ട്. ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് വീട്ടിലുണ്ട്. അവിടെ നിന്ന് അവിടെ ഒരു ഇനമേ ഉള്ളൂ. ആ ഇനങ്ങളാണ്. ഈ വലുതായിട്ട് നിൽക്കുന്നതൊക്കെ ഈ ഇനങ്ങളാണ്. ഇത് കായ്ച്ച പ്ലാന്റാണ്. അബിയു നോർമൽ ഇനം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ഇനങ്ങളാണുള്ളത്. അത് നമുക്ക് 225 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജബോട്ടിക്കബയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ക്രിമോൾ എന്ന് പറയുന്നത്. ഇവിടെ കായ്ക്കുന്ന ഇനമാണ്. ഇതിനൊക്കെ നല്ല വിലയുണ്ട്. ചെറിയ പ്ലാന്റ് തന്നെ 1200 രൂപ വിലയുണ്ട്. ഗോഗോ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. പ്ലം പോലെ തന്നെ ഇരിക്കും. തൊലി ഒരല്പം കൂടെ ഇതിൻ്റെ തൊലിക്കട്ടി കൂടുതലാണ്. ഇതൊക്കെ ഇവിടെ എല്ലായിടത്തും നമ്മുടെ നഴ്സറിയിൽ ഇത് കായ്ച്ചിട്ടില്ല. പക്ഷേ മറ്റ് തൊട്ടടുത്ത് പലയിടത്തും ഇത് കായ്ച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല. ഇതിൻ്റെ തൈയൊക്കെ ഇപ്പോൾ വിലയുണ്ട്. തൈയൊക്കെ 950 റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഗ്രാഫ്റ്റാണ്. ഇത് പുലാസാനാണ്. പുലാസാൻ റംബുട്ടാൻ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. കുറച്ചുകൂടെ വലിപ്പമുള്ള പഴം ഉള്ളതാണ്. ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ വരുന്ന സമയത്ത് പേടായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ബ്ലാക്ക് പുലാസാനുണ്ട്. ആ ബ്ലാക്ക് പുലാസാനിൽ ഈ പ്രശ്നം ഇല്ല. ഈ ന്യൂനത ഇല്ലാതെയാണ് ബ്ലാക്ക് പുലാസാൻ വരുന്നത്. അത് നമ്മളതിൽ ഇപ്പോഴും അവൈലബിൾ അല്ല, തീർന്നിട്ടുണ്ട്. അടുത്ത മാസം വീണ്ടും അത് എത്തും. പുലാസാൻ്റെ ചെറിയ ഗ്രാഫ്റ്റ് തയ്യേ ഉള്ളൂ. ബഡും ഗ്രാഫ്റ്റും തയ്യാണ്. ഏറ്റവും കുറഞ്ഞത് 600 രൂപ റേഞ്ച് വരും. ഇത് ജബോട്ടിക്കാബ സബാറയാണ്. ജബോട്ടിക്കാബയുടെ ഒത്തിരി വെറൈറ്റി നമ്മളിലുണ്ട്. സബാറ എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞതാണ്. പക്ഷേ ഏറ്റവും രുചികരമായ പഴമുള്ളത് സബാറയിലാണ്. പക്ഷേ ഇത് കായ്ക്കാൻ 7 മുതൽ 10 കൊല്ലം വരെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂനത. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം 2 കൊല്ലം 1.5 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട്. അതിൻ്റെതെല്ലാം നമുക്ക് കാണാം. അപ്പുറത്തോട്ട് പഴമുള്ളതെല്ലാം കാണാം. ബ്ലാക്ക്ബെറിയാണ്. ഇത് പൂനെയിൽ പണ്ട് പോയപ്പോൾ ഒരു 750 രൂപയ്ക്ക് ഒരു കുഞ്ഞു തൈ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോഴും നമ്മൾ തൈ 100 രൂപയ്ക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇവിടെ ഈ കാലാവസ്ഥയിൽ കായ്ക്കില്ല. ഇത് സബ്ട്രോപ്പിക്കലാണ്. ഞാൻ കൊടുത്തിട്ടുള്ളവർക്ക് പലർക്കും ഇടുക്കിയിൽ പലർക്കും അത് കായ്ച്ച് ഒത്തിരി ഫോട്ടോ ഇട്ടുന്നിട്ടുണ്ട്. നല്ല പഴമാണ്. നല്ല ഏറ്റവും കൂടിയ വിലയുള്ള പഴമാണിത്. ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനാണ്. ഇൻഡോർ പ്ലാന്റ് നമ്മൾ പൊതുവേ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ കുറച്ചുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ഒരു 20 രൂപ മുതൽ നമുക്കിവിടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യും. കൂടിയതൊക്കെ ഉണ്ട്. ഇത് ജബോട്ടിക്കബയുടെ എസ്കാർലെറ്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈ ഇവിടെയും ഒക്കെ കായുണ്ട്. ചെറിയ തൈയുണ്ട്. ചെറിയ തൈയൊക്കെ 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. ആദ്യമൊക്കെ എല്ലായിടത്തും 450 രൂപ ഉണ്ടായിരുന്നു. നമുക്ക് 100 രൂപ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മുടെ ന്യൂ ഗോൾഡൻ ബാമ്പു എന്ന് പറയുന്ന ഒരു ബാമ്പുവാണ്. ശരിക്കും മുള വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഈറ വിഭാഗത്തിൽപ്പെട്ടതാണ്. മുള്ളും കാര്യങ്ങളും ഉണ്ടാവില്ല. ആയില്യം മുള എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഏതോ ഒരു വശത്ത് വയ്ക്കുന്ന ഒരു മുളയാണ്. ഇതൊക്കെ വിലയുണ്ട്. ഒരു ചെറിയ പ്ലാന്റ് തന്നെ ഏകദേശം 300 രൂപ വരെ വില തുടങ്ങുന്നുണ്ട്.
അത് സ്വീറ്റ് അസറോള ചെറിയാണ്. സാധാരണ അസറോള ചെറിയ നമ്മൾ ആപ്പിൾ ചെറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് മധുരം ഇല്ലാത്തതാണ്. ഇത് മധുരം ഉള്ളതാണ്. ഇതൊക്കെ ഒരു 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും ചെടികൾ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 23 വെറൈറ്റി അവൈലബിൾ ആണ്. അതിൽ ഇത് 1-2 വെറൈറ്റി ഇവിടെ ഇരിപ്പുണ്ട്, കുറച്ച് പുറകെ ഉണ്ട്. 50 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നോർമൽ പ്ലാന്റ് നമ്മുടെ മലേഷ്യൻ റെഡൊക്കെ 50 രൂപയിൽ തുടങ്ങും. പിന്നെ ബാക്കിയുള്ള ഇത് നമ്മുടെ യെല്ലോ ഉണ്ട്, പലോറ ഗോൾഡ്, അത് 250 രൂപ പ്ലാന്റിന് വിലയുണ്ട്. ബാക്കിയുള്ള എല്ലാം കോമൺ റേറ്റ്. പുതിയ ഇനങ്ങളൊക്കെ 4000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച ചെടികളുണ്ട്, അതെല്ലാം 250 രൂപ. മാമി സപ്പോട്ട പുതിയ വെറൈറ്റി ഉണ്ട്. ഇത് മാമി സപ്പോട്ട നോർമലാണ്. ഇതൊരു 4 കിലോയൊക്കെയാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. പക്ഷേ കായ്ക്കാൻ താമസം എടുക്കും. ഒരു 8 കൊല്ലം ഒക്കെ എടുത്താലേ ഇത് കായ്ക്കുള്ളൂ. അതാണ് അത്രയും വലുത്. പിന്നെ മാമി സപ്പോട്ടയുടെ വേറെ പുതിയ വെറൈറ്റി ഉണ്ട്, പാൻറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയ വെറൈറ്റി ഉണ്ട്. അത് അവിടെ ഇരിപ്പുണ്ട്, അത് പുതിയ വെറൈറ്റിയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പക്ഷെ കായ്ക്കാൻ താമസിക്കും, അതാണ് എൻ്റെ പ്രശ്നം. ഇത് സ്ട്രോബെറി പേരയാണ്. ഇതൊക്കെ 60 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഈ 60 രൂപ നമ്മളിതിൽ പറയുമ്പോൾ ചിലപ്പോൾ വരുന്ന എല്ലാവർക്കും 60 രൂപ കൊടുക്കാൻ കാണില്ല. ആദ്യം കുറച്ച് പേര് വന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ ഒരു നല്ലൊരു തിരക്കാണ്. അവർ വന്നിട്ട് ഇത് ആദ്യം വാങ്ങിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞാൽ വിളിച്ച് ചോദിച്ചെങ്കിലേ കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ പ്ലാന്റ് അരസാബോയി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ജംബോ അരസാബോയും വന്നിട്ടുണ്ട്. ഇത് വലിയ കായാണ്, ചെറുതിലെ തന്നെ. ഇതെല്ലാം ഫ്ലവർ ചെയ്ത് കായ്ച്ചിട്ടുള്ളതാണ്. കായയുടെ ഇടയിലും ഉണ്ട്, അതുകൊണ്ട് കായുണ്ട്. ഇതുണ്ട് പഴുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ കായ. ഈ ഒരു കായൽ നമുക്ക് 6 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഈ 6 ഗ്ലാസ്സിൽ തന്നെ പുളിരസം കൂടുതലാണ്, നല്ല ഫ്ലേവറാണ്, മധുരമല്ല. അപ്പോൾ ഇത് നാരങ്ങയ്ക്ക് പകരം നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഇത് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ നാവിന് മുമ്പിൽ നിന്ന് കുറേ കാലം കഴിഞ്ഞിട്ട് പോകുള്ളൂ. കാര്യം അത്രയും നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷെ ഡയറക്റ്റ് ഇതൊന്നും കഴിക്കാൻ കൊള്ളൂല. ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിരസമാണ്. ഈ മുള്ളുണ്ട്. ഇത് ഗവർണേഴ്സ് പ്ലം ആണ്, നമുക്കിവിടെ കായ്ക്കുന്ന പ്ലാന്റ് ആണ്. ഇതൊരു 150 രൂപയിൽ തൈയുണ്ട്. ഒരു പ്ലം വെറൈറ്റി, വൈറ്റ് പേരാണ്, അകം വെള്ളയായിരിക്കും. ഇത് അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ട്, പക്ഷെ വിലയില്ല. 100 രൂപ ഒക്കെ ഉള്ളൂ, തൈക്ക് 100 രൂപയൊക്കെ ഉള്ളൂ. മുന്തിരി പേരയൊക്കെ 40 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു വർഷം കഴിയുമ്പോൾ ഇത് കായ്ച്ചു തുടങ്ങും, നിറയെ അങ്ങോട്ട് കായ്ക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അത്യാവശ്യം നല്ല മധുരമാണ്, പക്ഷെ ഇത് ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയാനില്ല. ഇതൊന്നും കൊണ്ടുവച്ചേക്കുന്നതൊന്നും കാണാനില്ല എല്ലായിടത്തും. അവർ വീട്ടുകളിൽ നട്ടിട്ട് അതങ്ങനെ കുട്ടികളൊക്കെ വന്ന് കഴിച്ച് പോവുകയാണ്. ഇത് നമ്മൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പഴമാണ് ലോങ്കൺ. നമുക്ക് കമേഴ്ഷ്യലായിട്ട് കേരളത്തിൽ അധികം ആരും ചെയ്തിട്ടില്ല. ഇത് ലോങ്കൻ്റെ ഡയമണ്ട് റിവർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഒത്തിരിയും വെറൈറ്റീസ് ഉണ്ട്. അതിവിടെ കായുണ്ട്, അപ്പുറത്ത് കായുള്ളതുണ്ട്. ഇത് പൂക്കുന്നതേ ഉള്ളൂ. കായുള്ളത് നമുക്ക് കാണിക്കാം, അടുത്തുണ്ട്. ഇതിൻ്റെ തയ്യൊക്കെ ഒരു 600 രൂപ, ചെറിയ തൈ തന്നെ 600 രൂപയുണ്ട്. കായ്ച്ച് തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇത്രയും വലിയ പ്ലാന്റൊക്കെ നല്ല പ്ലാന്റ്. അതിപ്പോൾ ഒരു നേരെ വെക്കുകയാണെങ്കിൽ ഇത് 6 അടി കൂടുതലുണ്ടാവും, നിറയെ ഫ്ലവർ ഉള്ളതാണ്. ഇപ്പോൾ ഒരു 10-15 ദിവസത്തിൽ ഇത് കായും വരും. കായ്ച്ചു കഴിഞ്ഞാൽ ഇത് ഒരു 2200 റേഞ്ച് വരെ പോകും. ലോങ്കൺ പിങ്ക് ആണ് ഇത്. വന്നിട്ട് ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ്, പിങ്ക്. ഇതിനും ഈ കായ്ച്ച പ്ലാന്റ് ഏകദേശം 2200 രൂപ റേഞ്ച് വരും. ഇത് ലോങ്കൺ ഡബിൾ ആണ്. ഡബിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. കുറേ വെറൈറ്റികളുണ്ട്. പിങ്ക് പോങ്, പിന്നെ അതിൽ ഡയമണ്ട് റിവർ, അതുപോലെ റെഡ് ഡയമണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ. ഇത് ഓഫ് സീസണിൽ കായ്ക്കുന്നുണ്ട്. അത് 4 സീസൺ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്, അത് 4 പ്രാവശ്യം കായ്ക്കും. ഇതൊരു വർഷത്തിൽ 1 പ്രാവശ്യം കായ്ക്കുള്ളൂ. 4 സീസൺ എന്ന് പറയുന്നതുണ്ട്, അത് 4 പ്രാവശ്യം കായ്ക്കും. ഈ ഒരു സാധനമുണ്ട്. ഇത് പിങ് പോങ് പിങ്ക് ആണ്, പിങ് പോങ്ങിൻ്റെ പിങ്ക്. പിന്നെ ഇത് വന്നിട്ട് ഇത് ലോങ്കൺ വൈറ്റ് ആണ്. ഇത് പർപ്പിളാണ്, അത് പിങ്കാണ്. എല്ലാം കാഴ്ചച്ചെടികളാണ്. വീണ്ടും അടുത്തത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത ഉടനെ കായ്ക്കും. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ട കായ്ച്ചു. ആദ്യത്തെ പ്രാവശ്യം കായ്ക്കുന്നത് 1-2 കായ ഉണ്ടാകും. രണ്ടാമത്തെ പ്രാവശ്യം മുതലാണ് കൂടുതലായി. ഇത് മണ്ണിലോട്ട് ഇറക്കി വെച്ചെങ്കിൽ ഇതിന് വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ, കായ്ക്കുകയും ചെയ്യുള്ളൂ. ഇത് അലാട്ട ചെറിയാണ്, അതിന് ലെപ്പിസാന്തിസ് അലാട്ട എന്ന് പറയും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, മധുരമൊന്നുമില്ല. ഇത് വീട്ടിൽ സ്ഥലമുള്ളവർക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് അത്യാവശ്യം ചെറിയ മധുരമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ലെപ്പിസാന്തിസ് അലാട്ട. ബ്ലാക്ക്ബെറി ജാമാണ്.
ഇതൊന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുരു കൂടുതലുണ്ട്. ഇതിനകത്തൊരു ചെറിയ പൾപ്പ്, ബ്ലാക്ക് നിറത്തിൽ തന്നെ ഒരു പൾപ്പുണ്ട്. അത് കഴിക്കാൻ നല്ല മധുരം, ഒരു ചോക്ലേറ്റിൻ്റെ മധുരമുള്ളൊരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഇത് വലിയവർക്കും ഇഷ്ടം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു പഴമായിട്ട് എടുക്കാൻ പറ്റില്ല, ചെറിയ പഴമാണ്. ഫിംഗർ ലെമൺ. ഇതിൻ്റെ കുറേ കളറുകളുണ്ട്. നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇതിനകത്ത് പച്ച, പിങ്ക്, ഓറഞ്ച്, റെഡ് അതുപോലുള്ള സാധനങ്ങളെല്ലാം കളറായിട്ട് വരും. ഇപ്പോൾ കായലിയുടെ സിബി ചെയ്തില്ലേ, നോക്കിയാൽ ഈയിടെ എങ്ങനെ പറിച്ച ഇതെല്ലാം കായ്ച്ച പ്ലാന്റാണ്. ഇതെല്ലാം 350 റേഞ്ചിൽ വരും പ്ലാന്റ്. അത് കാക്ക് ജാം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കാര്യം അതിൻ്റെ കായ്ക്കുമ്പോൾ ഒരു കൊലയിൽ പല വർണ്ണങ്ങളിലുള്ള, പല നിറത്തിലുള്ള കായകളാണ് വരുന്നത്. ചെറിയ കായാണ്, അധികം മധുരവും കാര്യങ്ങളും ഒന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇതിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് മാപ്പരാങ്. വിദേശാനം പഴമാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ പഴം കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ അടുത്തെങ്ങും കായ്ച്ചിട്ടില്ല. കോട്ടയം ഭാഗത്ത് ഇവിടെ 1-2 സ്ഥലത്ത് ഇത് കായ്ച്ചതായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈയുണ്ട്, നോർമൽ തൈയുണ്ട്. നോർമൽ തൈ നമുക്ക് 300 രൂപ തുടങ്ങുന്നുണ്ട്. ഗ്രാഫ്റ്റ് തൈക്ക് 950 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിപ്പോട്ടാണ്. ലിപ്പോട്ട് നല്ല പഴമാണ്, മരമായിട്ട് വളരുന്നതാണ്. അതിലും ഭയങ്കര മരമൊന്നുമല്ല. ഇത് കമേഴ്ഷ്യൽ പർപ്പസിനല്ല, അല്ലാതെ തന്നെ ഇത് നട്ടു വളർത്തുന്നത് നല്ലതാണ്. ഡ്രമ്മിൽ വയ്ക്കാൻ പറ്റും. അത് നമ്മുടെ ജബോട്ടിക്കാബയുടെ വെറൈറ്റിയാണ്. ജബോട്ടിക്കാബയുടെ ഡാർഫ് മൾച്ചിയാണ്. ഡാർഫ് മൾച്ചി എന്ന് പറയുന്ന ഒരു വെറൈറ്റിക്ക് നമുക്ക് തണൽ വേണം. ആ തണലത്ത് ഇത്ര ചെറുതിൽ തന്നെ അത് കായുണ്ടാകും. ഇപ്പോഴത് കായ്ച്ചിട്ടില്ല. ഒരു 5 മാസത്തിനകത്തത് കായ്ക്കുമെന്നൊരു പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ തൈ ഇത് നല്ല വിലയുണ്ട്. 2000 രൂപയ്ക്ക് വിലയുണ്ടതാണ്. ഇത് ബ്രോണി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നല്ല ഫ്ലവറാണ്. ശിംശിബയുടെ അതേപോലെ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നല്ല ചെടികളാണ്. ഇതിൻ്റെ ലീഫാണ്. ഫ്ലവർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ. ഇത് മാമിസപ്പയുടെ ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. പാൻറ്റി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ കായൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും നല്ല ഏറ്റവും പുതിയ വെറൈറ്റിയാണത്. പൂച്ചപ്പഴം. ഇത് 75 രൂപ. കായ്ച്ച് പൂവിട്ടത് അത്രയേ വരുള്ളൂ, വില അത്രയേ ഉള്ളൂ. അബിയു ബിഗ്, അബിയുവിൻ്റെ വേറെ മോളിക്യൂള്, അബിയു ക്ലസ്റ്റർ, അബിയു SN, അബിയു Z4, അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അതിൽ. അബിയുവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എല്ലാം ഒരു വർഷത്തിനകത്ത് കായ്ക്കും. ചിലതെല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇതിൽ കുറേ എണ്ണമൊക്കെ കായ്ച്ചതുണ്ട്. ഇത് മോളിക്യൂളാണ്. അതുപോലെ SN ഉണ്ട്. ഇത് ഓലോസോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതിൻ്റെ രുചി നമ്മുടെ ശർക്കരയുടെ രുചിയാണ് ഇതിൻ്റെ പഴത്തിന്. പക്ഷേ കമേഴ്ഷ്യൽ സാധ്യതയില്ല. നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ള വെറൈറ്റി കളക്ഷന് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ കെസൂസ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് പഴം നല്ല പഴമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ഇവിടെ കായ്ച്ചില്ല ഇതുവരെ. പലർക്കും ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്. അവക്കാഡോ. ഇത് വേറെ ഒന്നാണ്. ഇത് കഫായി എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. കഫായി എന്ന് പറയുന്നത് നമ്മുടെ മൂട്ടിപ്പഴത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട യെല്ലോ കളറാണ് കഫായി. ഇത് മലബാർ ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞ് പണ്ട് നഴ്സറിക്കാരും അല്ലെങ്കിൽ അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു ഈ മലബാർ ചെസ്റ്റ്നട്ട്. അത് പിസ്ത എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് നല്ല ട്രെൻഡാണ്. ഇതിനെ 2, 3, 5 ഒക്കെ ഓരോ എണ്ണത്തിൽ ഓരോ ചെടിച്ചട്ടിയിൽ വെച്ച് ഇങ്ങനെ ചുറ്റിപ്പനച്ച് വെച്ചതിന് ശേഷം ഇതിപ്പം മണി പ്ലാന്റ് ആയിട്ടാണ്, മണി ട്രീ ആയിട്ടാണ് ഇത് വിൽക്കുന്നത്. ഒരെണ്ണം അപ്പോൾ ഒരു 5 എണ്ണമൊക്കെ ഉള്ളതിൻ്റെ ഒരു 5 അടി പൊക്കമുള്ള ഒരെണ്ണത്തിന് 12,000 രൂപയ്ക്ക് മുകളിൽ അതിന് വിലയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അത്ര വിലയില്ല. ഇതിനെ നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു 200-300 റേഞ്ചിൽ നമ്മൾ 3, 4 ഒക്കെ ഉള്ളത് കൊടുക്കും. പിന്നെ ചെറുതൊക്കെ ഒരു 50 രൂപ 75 രൂപ റേറ്റിൽ ചെറുതും കൊടുക്കും. ഇത് ലാങ് സാറ്റ് എന്ന് പറയുന്ന വേറൊരു ചെടിയാണ്. ഇതിൻ്റെ ഈ മരത്തിൽ തടിയോട് ചേർന്നിട്ടാണ് കായ ഉണ്ടാകുക, ശിഖരങ്ങളിലല്ല. ഇതൊന്നും കമേഴ്ഷ്യൽ പർപ്പസിനെ പറ്റിയ ചെടികളല്ല. ഇത് നാഗ്പൂർ ഓറഞ്ചാണ്. ഇവിടെ കായ്ക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കായ കായ്ച്ചു കഴിഞ്ഞാൽ ഏകദേശം 9-10 മാസം എടുക്കും ഇത് പാകമാവാൻ വേണ്ടിയിട്ട്. മധുരമൊക്കെ ഉണ്ട്. ആദ്യം കായ്ക്കുന്ന കായൽ ചിലപ്പോൾ ഒരു വെള്ള നിറമായിരിക്കും, നല്ല കളർ കാണത്തില്ല, എന്നാലും മധുരം ഉണ്ടാവും. അത് ഫൈക്കസ് പേരയാണ്.
ചെറുതിലേ തന്നെ കായ്ക്കും. ഫൈക്കസ് പേരയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കളർ വരുള്ളൂ. ഇപ്പോൾ പച്ച നിറത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ വലിപ്പം വയ്ക്കുള്ളൂ. വലിയ വലിപ്പമുള്ള സാധനമല്ല. ഫിംഗർ ഗ്രേപ്പ് അല്ലെങ്കിൽ ഇത് തോംസൺ ബ്ലാക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് ഇവിടെ കായ്ക്കുന്നതാണ്. മുന്തിരിയുടെ എല്ലാ വിഭാഗവും കായ്ക്കും. പക്ഷേ അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രൂണിങ് കാര്യങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. കൃത്യസമയങ്ങളിൽ അത് പ്രൂൺ ചെയ്യണം. അത് സ്വീറ്റ് കോക്കോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അത് ഗ്രാഫ്റ്റ് ചെയ്യാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ജംബോ പാഷൻ ഫ്രൂട്ടാണ്. ജംബോ റെഡ്. ഇതിൻ്റെ ജംബോ റെഡും ഉണ്ട്, ജംബോ യെല്ലോയും ഉണ്ട്. ഒരു 400 ഗ്രാത്തിൽ കൂടുതൽ തൂക്കം വരുന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ്. ഇത് വളരെ അപൂർവമാണ്. ഇവിടെ അധികം ആരെങ്കിലും വന്നിട്ടില്ല. ഇത് സ്വീറ്റ് സാന്തോളാണ്. നേരത്തെ നല്ല മധുരമുള്ള എന്ന് കരുതി എല്ലാവരും ഒക്കെ വെച്ചൊരു സാധനമാണ്. മധുരമൊന്നുമില്ല, പുളിരസം വളരെ കൂടുതലാണ്. ജ്യൂസ് ഉണ്ടാക്കാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. ഇത് കെപ്പൽ. ഈ കെപ്പലിൻ്റെ ഇതിപ്പോൾ ഇവിടെ കായ്ച്ച പ്ലാന്റാണ് ചട്ടിയിൽ. ഇത് ആർക്കും ഇവിടെ കേരളത്തിൽ ആർക്കും ഇത് ചട്ടിയിലിരുന്ന് ഇതുവരെയും കായ്ച്ചതായിട്ട് യാതൊരുവിധ അറിവും കിട്ടിയിട്ടില്ല. നമുക്കാണിത് കായുണ്ടായത്. നല്ല വിലയുണ്ട്. ഇതിൻ്റെ പഴത്തിന് ഒരു സുഗന്ധമുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പ്, യൂറിനെല്ലാം അതിൻ്റെ സ്മെല്ല് വരും. നമ്മുടെ ബാഡ് സ്മെല്ല് പോയിട്ട് അതിൻ്റെ സ്മെല്ല് വരും. ലോങ്ങിൻ്റെ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ട് ആ റെഡ് കളറിൽ വരുന്ന ഒരു ഇതാണ്. ഇതൊക്കെ കമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളാണ്. ഈ റെഡ് കളറാണ്. ഇതിൻ്റെ ലീഫ് എല്ലാം റെഡ് കളറാണ്. പഴം മറ്റേ നോർമൽ പോലെ തന്നെയാണ്. അത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ പുതിയ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഇതിൻ്റെ തൈ അവൈലബിൾ ആണ്. പക്ഷേ ഇത് വിലയുണ്ട്. ഇത് 950 മുകളിൽ റേറ്റ് ഉണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത്. മറ്റേ നോർമലാണെങ്കിൽ 300 രൂപ. അതിൻ്റെ ചെറുത് 190 രൂപ മുതലുണ്ട്. പക്ഷേ ഇത് നോർമലല്ല. ഇത് വയലറ്റ് കളറാണ്. ഇത് കരിനീലം ആൾ സീസണാണ്. കരിനീലത്തിന് ഇത് ഓഫ് സീസണിലും പൂവുണ്ടാവും, കായുണ്ടാവും. എപ്പോഴും കായ്ക്കുന്ന ഒരു ഇനമാണ് കരിനീലം. ഇത് മാതളമാണ്. ഇതൊക്കെ കായ്ച്ച പ്ലാന്റ് തന്നെ 150 രൂപയ്ക്ക് കായ്ച്ച പ്ലാന്റ് കിട്ടും. കായുള്ളതുണ്ട്, ഇവിടെ ഉണ്ട്. നമ്മളിവിടെ പ്ലാന്റുകൾ കൂടാതെ നമ്മൾ പ്ലാന്റിങ്ങിന് ആവശ്യമായ ചെടിച്ചട്ടികൾ, അതുപോലെ ജൈവമായിട്ടുള്ള വളങ്ങൾ, ജൈവവളങ്ങളേ ഉള്ളൂ. രാസവളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു ചെറിയ സാധനം സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 തരി കൊടുക്കുക. അല്ലാതെ വിൽപ്പനയ്ക്ക് രാസവളമില്ല. നമുക്കതിൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ ബാക്കിയുള്ള അത്യാവശ്യം ചെടിയായിട്ട് ബന്ധപ്പെട്ട കാർഷിക ഉപകരണങ്ങൾ, ചാണകപ്പൊടി, കോഴിവളം പോലെയുള്ളതാണ്. ചെടിച്ചട്ടികൾ, എല്ലാവിധ ചെടിച്ചട്ടികളും അതുപോലെയുള്ളതെല്ലാം നമുക്ക് ഇപ്പോഴും ഇവിടെ ലഭ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ചെടികളൊക്കെ ഏകദേശം പരിചയപ്പെട്ടു. ഇനിയിപ്പോ മദർ പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ? തീർച്ചയായിട്ടും അതും കാണാൻ പോണം. പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ ഡെലിവറി ചാർജ് കസ്റ്റമറാണ് വഹിക്കേണ്ടത്. ബൈ എയർ വേണമെങ്കിൽ അങ്ങനെ, ട്രെയിൻ വേണമെങ്കിൽ അങ്ങനെ, കൊറിയർ വേണമെങ്കിൽ അങ്ങനെ, ബൈ പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ, ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അയക്കാൻ പറ്റും. അത് പ്ലാന്റ് വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും. പലതും നല്ല വെയിറ്റ് ഉണ്ടാകും. പലതുമൊക്കെ ഇവിടെ 6 പേരൊക്കെ പിടിച്ചാലേ വേർതിരിക്കാൻ പറ്റുള്ളൂ. അതുപോലുള്ളത് അയക്കാൻ ബുദ്ധിമുട്ടാണ്. വേണമെന്നുള്ളവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, പ്രശ്നമല്ല. ഡെലിവറി ചാർജ് അവർ വഹിക്കാമെങ്കിൽ. പിന്നെ ചെറിയ പ്ലാന്റുകൾ ഒരു കുഴപ്പമില്ലാതെ അയക്കാൻ പറ്റും. എന്തായാലും ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുക്കും. അപ്പോഴത്തേക്കും അതിൽ കോൺടാക്ട് ചെയ്തിട്ട് വരെ ഫോണൊക്കെ എടുക്കണം. ഏതെങ്കിലും സമയത്ത് പല തിരക്കുണ്ട്. ഒരുപാട് ചിലപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, പല മീറ്റിംഗ് ഉണ്ട്. ഇത് ഇപ്പോഴും ഒരു മീറ്റിംഗ് ഇന്നുണ്ട്, ഗാന്ധി ഭവൻ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ഫോൺ എടുക്കാറില്ല. തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കും. അപ്പൊ നമുക്ക് മദർ ഫാം കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. എൻ്റെ വീടാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മദർ പ്ലാന്റുകൾ എല്ലാം ഏറെക്കുറെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നഴ്സറിയിൽ കണ്ടതിന് പുറമെ ഇവിടെയും കുറച്ച് മദർ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാവിൻ്റെയും ജാമ്പയുടെയൊക്കെ ഒരു 14ഓളം വെറൈറ്റി ഉണ്ട്. പ്ലാവിൻ്റെയും ഒത്തിരി വെറൈറ്റികളുണ്ട്. അതുപോലെ മാവ് നേരത്തെയുള്ള പല ഇനങ്ങളും, അതുപോലെ പുതിയ വെറൈറ്റീസ് ഉണ്ട്. നൂർജഹാൻ അടക്കം ഒരുപാട് മാവ് വെറൈറ്റീസ്, ജാമ്പയുടെ വെറൈറ്റീസ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു 23 വെറൈറ്റി ഉണ്ട്. അത് നമുക്ക് മുകളിൽ അത് കാണാൻ പറ്റും. ഈ മാവ് നൂർജഹാനാണ്. ഇതിപ്പോൾ ഒരു കൺപ് കട്ട് ചെയ്തത് അത് അടുത്ത വസ്തുവിലേക്ക് ചാഞ്ഞതുകൊണ്ട് കട്ട് ചെയ്തതാണ്. നല്ല മധുരമുള്ളതും വലിപ്പമുള്ളതും, ഏകദേശം 4 കിലോ വരെ വലിപ്പമുള്ള മാങ്ങയാണ് ഇത് വരുന്നത്. ഈ നാവിൽ വെച്ചാൽ വളരെ സോഫ്റ്റായിട്ട് അലിഞ്ഞു പോകും. ഒരു നാര് പോലും ഇല്ലാതെ അലിഞ്ഞു പോകുന്ന ഒരു ഇനമാണ്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, മൾട്ടി ഗ്രാഫ്റ്റും ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ തൈകൾ നമുക്ക് കൊണ്ട് കാണിക്കാം. പുതിയ ഇനമാണ് നരഞ്ചില്ല. കൊക്കോനില എന്ന് പറഞ്ഞ് വേറെ മുമ്പ് ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. ആ നിൽക്കുന്നത് കൊക്കോനിലയാണ്. അതും കഴിക്കാനുള്ള, പക്ഷേ അത് മധുരം ഇച്ചിരി കുറവാണ്. ഇത് നല്ല മധുരമുള്ളതും നല്ല വലിപ്പമുള്ള കായുമാണ്. ഇതിനകത്ത് നമുക്ക് കായകളുണ്ട്. ഇതാണ് അതിൻ്റെ കായ.
അത് ചെറിയ കായാണ്, പഴുത്തിട്ടില്ല. ഇത് വളരെ റയറായിട്ടുള്ളൊരു പ്ലാന്റാണ്, മൾബറിയാണ്. പക്ഷേ ഇത് ഡ്രാഗൺ മൾബറിയാണ്. ഇതിൻ്റെ ഇലകൾ വളരെ രസകരമായിട്ടുള്ളൊരു ഇലയാണുള്ളത്. മൾബറിയുടെ ഇവിടെ നമുക്ക് 6 വെറൈറ്റി ഇരിപ്പുണ്ട്. പാകിസ്ഥാൻ മൾബറി ഉണ്ട്, ബ്രസീലിയൻ മൾബറി ഉണ്ട്, കിങ് വൈറ്റ് ഉണ്ട്, അതുപോലെ യെല്ലോ ഉണ്ട്, നോർമൽ വൈറ്റ് ഉണ്ട്, അല്ലാതെ നോർമലുണ്ട്. അത്രയും വെറൈറ്റി നമുക്ക് മൾബറി തന്നെയുണ്ട്. ഇത് എപ്പോഴും കായ്ക്കുന്നതാണ്. ഇപ്പോൾ കായ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു 2-3 മാസത്തിനകത്ത് വീണ്ടും കായ്ച്ചു തുടങ്ങും. ഇത് കിങ് വൈറ്റ് എന്ന് പറയുന്ന ഒരു മൾബറിയാണ്. ഇത് യെല്ലോ മൾബറിയാണ്. കോള ഉണ്ടാക്കുന്നത് ഈ പ്ലാന്റിൽ നിന്നായിരുന്നു, കോള പ്ലാന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് കെമിക്കലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതാണ് കോള പ്ലാന്റ്. ജംബോ യെല്ലോ മട്ടോവയാണ്. നോർമൽ മട്ടോവകളെല്ലാം ഉണ്ട്. ഇത് തടിയായിട്ടും ഉപയോഗിക്കും, പഴമായിട്ടും ഉപയോഗിക്കും. ഇതൊരു 5 വർഷം നിൽക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ അതിൻ്റെ മരത്തിന് തന്നെ വിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എനിക്ക് 3 വർഷമായിട്ടുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. വേറെ പ്ലാന്റ് ഉണ്ട്. ഇത് പുതിയ വെറൈറ്റിയാണ്, ജംബോ യെല്ലോ. ഇത് കോക്കനട്ടിൻ്റെ വെരിഗേറ്റഡ് കോക്കനട്ടാണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്ലാന്റ് കൊണ്ട് അവൈലബിൾ ആണ്, ബാക്കിയുള്ളതെല്ലാം തീർന്നു. ഇതിൻ്റെ വേറെ ഉണ്ട്. ഇത് വെരിഗേറ്റഡ് പെപ്പറാണ്, കുരുമുളകിൻ്റെ വെരിഗേഷനുള്ളത്. വെള്ള ഇലയുണ്ട്. ഇതിൻ്റെ കുരുമുളകിൽ തന്നെ ഒരു കുരുമുളകിൽ പകുതിയും വെള്ളയായിരിക്കും, അല്ലെങ്കിൽ പകുതി പച്ചയായിരിക്കും. അതുപോലെ വ്യത്യാസം വരും. ചിലപ്പോൾ കൂടുതൽ പച്ച, കൂടുതൽ വെള്ള. ഒരു മണിയിൽ തന്നെ പകുതി വെള്ളയും പകുതി പച്ചയും ഉള്ളത്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് റയറായിട്ടുള്ള സാധനമാണ്. കുമ്പുക്കല്ലുണ്ട്, അതുപോലെ പെപ്പർ തെക്കൻ, പിന്നെ പന്നിയൂരുണ്ട്. പന്നിയൂർ അവിടെ താഴെ നമുക്ക് കാണാം. അത് കൂടുതൽ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് താഴെ. ഇത് പന്നിയൂർ 5 ആണ്. പിന്നെ സിയോൺ മുണ്ടി എന്ന് പറയുന്ന പുതിയൊരു ഇനമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലിടുക്കി അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കേഷനുള്ള നഴ്സറിയിൽ നിന്നാണ്. അവർ ഡയറക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് താഴെയാണുള്ളത്. സിയോൺ മുണ്ടി അതുമുണ്ട് നമുക്ക്. സിയോൺ മുണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതിനേക്കാളും വലിപ്പമുള്ള മണികളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എരിവും കൂടുതലാണ്. 46 വെറൈറ്റി മാവുകളുണ്ട്. ഇത് മൾട്ടി ഗ്രാഫ്റ്റാണ് പലതും ചെയ്യുന്നത്. ഇതിപ്പോൾ 3-ലധികം ഉള്ളത് പലതും ഇപ്പോൾ ഈ എക്സിബിഷനൊക്കെ അവർ വന്ന് കൊല്ലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഇനങ്ങളിവിടെ ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നൂർജഹാനും പിന്നെ അതുപോലെ ഒരു കോട്ടൂർ കോണവും നൂർജഹാനും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ ചില്ലി മാങ്കോ ഉണ്ട്, റെഡ് ഐവറി ഉണ്ട്, വെരിഗേറ്റഡ് മാങ്കോ ഉണ്ട്, ക്രീപ്പർ മാങ്കോ, ഷാജഹാൻ, എഡ്വാർഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ 46 വെറൈറ്റി മാവ് നമ്മളതിലിപ്പോൾ അവൈലബിൾ ആണ്. ഇത് റെയിൻബോ കരിമ്പാണ്. ഇതിൻ്റെ പ്രത്യേകത നല്ല മധുരമുള്ളതാണ്. ഇത് ചെറിയ മുട്ട കലങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ കളറാണ് റെയിൻബോ പോലെ. ഓരോ മുട്ടിലും പ്രത്യേക കളറുണ്ട്. അതാണ് ഇതിൻ്റെ റെയിൻബോ കരിമ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഉണ്ട്. കരിമ്പിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. കരിമ്പ് ഇത് വന്നിട്ട് ഏറ്റവും മധുരമുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു കരിമ്പ്. അതിനപ്പുറം വേറെ മറ്റേത് ബ്ലാക്ക് കരിമ്പ്, നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്ന വലിയ കരിമ്പാണ്. അതിനപ്പുറം നിൽക്കുന്ന വൈറ്റ് മുളം കരിമ്പ് എന്ന് പറയും. അതായത് ഒരു മുളയുടെ അത്രയും വലിപ്പം വരും അതിൻ്റെ. ഇത് ഇപ്പോഴും നമ്മളിത് കായ്ച്ചു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വലുതായി വരുന്നതേ ഉള്ളൂ. അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ് 1000 കാപ്പുവാൻ. അതായത് അതിൽ 1000-ലധികം കാ വരും ഒരു കൊലയിൽ. വളരെ നീളമുള്ളതാണ്. ഈ രണ്ടാമത് നിൽക്കുന്നത് മൊന്തനിൽ നീലമൊന്തൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് കൂമ്പില്ല കണ്ണൻ എന്ന് പറഞ്ഞാൽ നോർമൽ കൂമ്പില്ല കണ്ണന് നമ്മൾ ഇച്ചിരി ഉയരം വയ്ക്കുന്നുണ്ട്. ഇത് 4-4.5 അടി ആകുമ്പോൾ കൊല വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. 10 ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വാഴയുടെ കൂമ്പ് സാധാരണ ഒരു കൂമ്പാണ് കാണുന്നത്. ഇത് 10 കൂമ്പുണ്ടാവും. വേറെ കുറേ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. ഒരെണ്ണത്തിൽ ഒരു വാഴയിൽ 2 കൊല കൊലയ്ക്കുന്നതുണ്ട്. ഈ അവക്കാഡോ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് റെഡ് അവക്കാഡോ ആണ്. റെഡ് സാധാരണ ഉണ്ട്, പക്ഷേ റെഡ് സീഡ്ലെസ് ആണ്, സീഡില്ലാത്ത അവക്കാഡോ ആണ്. റെഡ് സപ്പോട്ടയിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. മാമി സപ്പോട്ട, വെരിഗേറ്റഡ് സപ്പോട്ട, ബനാന സപ്പോട്ട, ബ്ലാക്ക് സപ്പോട്ട. അതെല്ലാം പുറത്ത് ഇതിൻ്റെ പുറത്ത് മദർ പ്ലാന്റ് നിൽപ്പുണ്ട്. നമ്മുടെ കാഴ്ച പ്ലാന്റുകൾ പുറകെ ഉണ്ട്, അത് നമുക്ക് കാണിക്കാം. ഇത് നമ്മുടെ സ്ട്രോബെറി പേര യെല്ലോ കളറാണ്. അത് അഗർവുഡാണ്, ഊതുമരം. ഇത് വലിയ വിലയുള്ളതാണ്. പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ആസാമിൽ ലങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്, വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഒരു കിലോയ്ക്ക് 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
അത് നമ്മുടെ ഇവിടെ ട്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതായത് 180 സെൻറ്റിമീറ്റർ ഉണ്ട്. 180 സെൻറ്റിമീറ്റർ ചുറ്റളവുണ്ട്. 1.8 ട്രീറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ട്രീറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു നിശ്ചിത അകലങ്ങളിൽ ഹോളുണ്ടാക്കിയിട്ട് ഒരു കെമിക്കലുണ്ട്. മലേഷ്യയിൽ നിന്ന് വരുന്നതാണ് ഈ കെമിക്കൽ. അത് ഇതിനകത്ത് സിറിഞ്ച് കൊണ്ട് നിറച്ചതിന് ശേഷം വേറൊരു കമ്പ് കൊണ്ട് അടിച്ച് അതിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് 3 പ്രാവശ്യം ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ 3 പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ശരിയായിട്ടുണ്ടെന്നാണ് വിശ്വാസം. പലരും ഇവിടെ വന്നിട്ട് വില പറഞ്ഞിട്ടുണ്ട് ഇതിന്. പക്ഷേ ഇത് കൂടുതൽ വില വിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും നിർത്തിയേക്കുകയാണ്. ഇത് ട്രീറ്റ് ചെയ്തിട്ട് അത് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സ്? ഇത് ട്രീറ്റ് ചെയ്ത് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഈ കാതിൽ വെക്കുന്നത്. ആ ഒരു കറുത്ത ഭാഗം അതിന് മാത്രമേ വിലയുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഈ മുകളിലോട്ട് നിൽക്കുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾക്കും ഈ തടികൾക്കും ഒന്നും ഇത് വിലയേ. അപ്പോൾ ഈ മറ്റേതിന് ആ കാതലിന് നല്ല മണമുണ്ടാകും. അതിൻ്റെ ചെറിയ ചെറിയ ചീളുകളായിട്ടെടുത്ത് കത്തിച്ചാൽ നല്ല മണമുണ്ടാകും. കൂടെ അതിനെ നമുക്ക് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പിന്നെ എന്താണ് ഫെർമെൻറ്റേഷൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതെ കാതൽ. ഏലം ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കായുണ്ട്. പക്ഷേ ഇതൊന്നും കമേഴ്സ്യലായിട്ടൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇത് സബ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കും എന്നല്ലാതെ 1-2 കായ്കളുണ്ടാവും. അല്ലാതെ നമുക്ക് കമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല. ആരോ റൂട്ടിൻ്റെ വെരിഗേറ്റഡ് ആരോ റൂട്ടാണിത്. ഇത് ഭംഗിക്കും വളർത്താം. ഇതിൽ തന്നെ നമുക്ക് ആരോ റൂട്ട് കിട്ടുകയും ചെയ്യും. അരയ്ക്കാനായിട്ട് കമുകാണ് വെരിഗേറ്റഡ്. സിയോൺ മുണ്ടി എന്ന് പറയുന്ന കുരുമുളക്. സ്കൂൾ ബോയ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് ശരിക്കും ഈ മരം നാടൻ മരമാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് വലുതായതിന് ശേഷം ഇവിടെ വെച്ച് നമ്മൾ മുറിച്ചതിന് ശേഷം ആ മുറിച്ചതിൻ്റെ മോൾ ഭാഗത്ത് ബഡ് ചെയ്തിട്ട് പുതിയ ഇനം ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ സാധാരണ വിത്തിട്ട് മുളപ്പിച്ച റംബുട്ടാൻ കയ്യിൽ ക്രോസ് പോളിനേഷൻ നടക്കുന്നത് കൊണ്ട് അത് ആണും പെണ്ണും പ്രത്യേകിച്ചും ഈ ആണും പെണ്ണും അല്ലാത്തൊരു വിഭാഗമുണ്ട്. 3 ഇനമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെയുള്ള ചെടികളെ കുറച്ച് മുകളിലോട്ട് നിന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുതിയൊരു കമ്പ് വരുന്ന സമയത്ത് അതിൽ നമുക്ക് ബഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മരം തന്നെ നിലനിർത്തുകയും എന്നാൽ പുതിയ വെറൈറ്റി നമുക്ക് അതിലുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ നല്ല പിന്നെ കരുത്തോടെ വളരുകയും ആ വർഷം തന്നെ കായ്ക്കുകയും ചെയ്യും. മറ്റേ നമ്മളൊരു പുതിയ തൈ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നാലും 3 വർഷം എടുക്കും കായ്ക്കാൻ. ഇത് ആ വർഷം തന്നെ കായ്ക്കും. പിറ്റേ വർഷം നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും. സാധാരണ ഒരു ചെറിയ ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ട് വളരുന്ന വളർച്ച 1 വർഷം കൊണ്ട് അത് വളരും. അതാണ് എൻ്റെ പ്രത്യേകത. സിഗന്ധിനി എന്ന് പറയുന്ന ഒരു ഇനമാണ്. കർണാടകയുടെ ഒരു പെപ്പർ വെറൈറ്റിയാണ്. അത് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ചെറിയൊരു പീസ് നമ്മളൊരു 6 ഇഞ്ച് നീളമുള്ളൊരു പീസ് കൊണ്ടുവന്നിട്ട് ഇത് ബ്രസീലിയൻ തിപ്പലിയാണ്. ഈ തിപ്പലിയുടെ ഈ ഭാഗത്താണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാം ഗ്രാഫ്റ്റിങ്. അത് ഇത്രയുള്ളൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുട്ട് മാത്രമേ ഉള്ളൂ. വളരെ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ ഈ തിപ്പലി വളരെ നല്ലതാണ്. അതെന്നാണ് പിന്നെ ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം കായ്ച്ചതിന് ശേഷം. ഈ ചതുപ്പ് നിലം പോലെ ഇല്ലേ, അവിടെ നമ്മുടെ സാധാരണ കുരുമുളക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു. ഇനി വയൽ നികത്തിയ ഭാഗം അതുപോലെ കുരുമുളക് നഷ്ടപ്പെടും. ഇതാണെങ്കിൽ ഈ ഏത് വെള്ളക്കെട്ടിലും ഇത് നടാം. പിന്നെ അതിൽ കായ്ക്കുന്നത് കുരുമുളകും എല്ലായിടത്തു നിന്നും വലിച്ചെടുത്തുകൊണ്ട് വന്നോളൂ. അതിൻ്റെ വെള്ളം വലിച്ചെടുത്തുകൊണ്ട് വന്നോളൂ. അതാണ് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് വെരിഗേറ്റഡ് ജാമ്പയാണ്. വെരിഗേറ്റഡ് ജാമ്പ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇലയിൽ വെരിഗേഷൻ ഉള്ളതാണ്. ഇതിൻ്റെ തന്നെ വേറൊരു സാധനം മിലിറ്ററി ജാമ്പ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടിയുണ്ട്. ഇത് രണ്ടും അകത്ത് കുരു ഉള്ളതാണ്. ഇതിൽ ഇപ്പോൾ സീസൺ കഴിഞ്ഞു എന്നിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 ഒക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഈ കാണുന്നത്. അത്യാവശ്യം മധുരമുണ്ട്. പക്ഷേ ഡൽഹരി പോലെ അത്രയും മധുരമില്ല. ഡൽഹരി ഇവിടെ ജാമ്പയുടെ ഒരു 14ഓളം വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഇസ്രായേലി ഓറഞ്ചാണ്. ഇത് സലാഡ് ഓറഞ്ച് എന്നും പറയും. കാര്യം നമുക്കിത് സലാഡിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ തോല് കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. തോലും മധുരമുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കായുണ്ട്. ഇതാണ് മെഡൂസ പൈനാപ്പിൾ. ഇത് ഒരു മെയിൻ പൈനാപ്പിൾ വന്നിട്ട് അതിൻ്റെ സൈഡിൽ 100ഓളം ബ്രാഞ്ചുകളായിട്ടുള്ള പൈനാപ്പിൾ വരും. അതെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഭയങ്കര മധുരമൊന്നുമല്ല, ഒരു മീഡിയം മധുരമാണ്. ഇതിൻ്റെ എല്ലാ സൈഡുകൾ ഇതുപോലെ ഇരിക്കും. ഇതെല്ലാം തൈകളാക്കി എടുക്കാൻ പറ്റും. നേരത്തെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെറിയ വിലയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞാൻ വാങ്ങിച്ചത് 800 രൂപയ്ക്കാണ് ഒരു തൈ.
ഇത് വിദേശ ഇനങ്ങളാണ്. ഇത് തന്നെ വീടിൻ്റെ ടെറസാണ്. ഇപ്പോൾ ഈ 1400 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ടെറസ് വെറുതെ കിടന്നതുകൊണ്ട് ഒരു കൗതുകത്തിന് ചെയ്തതല്ല, ഇത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പോളിഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോളിഹൗസിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ജെർബറയാണ് കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നത്. ജെർബറ എന്ന് പറയുന്നത് ഈ ഫ്ലവറാണ്. ഇപ്പോൾ ഒരു ഫ്ലവർ 10 രൂപയാണ് ഇപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്നത്. ഇവിടെ നിന്ന് തന്നെ ആൾ ഇവിടെ വന്ന് തന്നെ എടുക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ ഇവിടെ തന്നെ വന്നത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു 150 പൂക്കളാണ് കിട്ടുന്നത്. 1500 രൂപ ആഴ്ചയിൽ കിട്ടും. അത്രയേ ഉള്ളൂ. കാര്യം 324 325 ചെടിച്ചട്ടികളിലായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് അഡീനിയം ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവർ ഇല്ല. അത് മൾട്ടിപെറ്റലൈറ്റ്സ് ഉള്ള അഡീനിയുണ്ട്. പിന്നെ സാധാരണ എല്ലാവരും ഇതിനൊരു ഷെയ്ഡ് കൊടുക്കാറുണ്ട്. ആ ഷെയ്ഡിന് പകരം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു 23 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഷെയ്ഡിന് പകരം വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഷെയ്ഡിനായിട്ട് ഒഴിവാക്കുകയും ചെയ്യാം, ഇതിൽ നിന്നൊരു ആദായം ജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ പലതും സെൽഫ് പോളിനേഷൻ അല്ലാത്തതുണ്ട്. ഇപ്പോൾ പക്ഷേ നമുക്ക് ഇതിനകത്തായതുകൊണ്ട് മറ്റ് ജീവികളൊന്നും കയറാത്തതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം പോളിനേഷൻ ചെയ്തു കൊടുത്താലേ പറ്റുള്ളൂ. ഗ്രീൻ പൈനാപ്പിളാണ്. ശരിക്കും ഇത് വൈൽഡാണ്. ഒരു ഗ്രീൻ കളറാണത്. പഴുത്താലും ഗ്രീൻ കളറായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ഹാൻഡ് ബുൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമാണ്. അതിൻ്റെ ഓരോ മുള്ളിൽ നിന്നും നമുക്ക് കൈ കൊണ്ട് തന്നെ അതിങ്ങനെ ഊരിയെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല മധുരമുള്ള ഇനമാണ്. ഇത് മറ്റൊരു റെഡ് പൈനാപ്പിളാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നു. അതിനകത്തൊരെണ്ണം നിപ്പുണ്ട്. അത് പഴുത്തിട്ടുണ്ട്. ഇവനാണ് ഒരു സാധനം. ഇതിനേക്കാളും വലിയ സൈസ് ഉള്ളതുണ്ട്. ഇത് നല്ല മധുരമുള്ള സാധനമാണിത്. ഇത് മുള്ളില്ല പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരിനമാണ്. മുള്ളില്ലാത്തതാണ്. അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. ഇത് നമ്മുടെ അതിൻ്റെ നോർമൽ മെഡൂസയാണ്. ഇത് വന്നിട്ട് MD2 എന്ന് പറയുന്ന ഒരു പൈനാപ്പിളാണ്. കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന നല്ലൊരു ഇനമാണ് ഇത്. പിന്നെ ഇത് വന്നിട്ട് ഒരു പുതിയ വെറൈറ്റി ഒരാൾ അതെനിക്ക് തന്നതാണ്. ഇതിൻ്റെ പേര് ശരിക്കും ഓർമ്മയില്ല. തൊട്ടടുത്തത് ഇത് നമ്മുടെ മേഘാലയ പൈനാപ്പിളാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു നേരത്തെ. മേഘാലയം നമ്മൾ ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുന്ന വഴി അവിടെ ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നപ്പോൾ അവിടെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും എല്ലാവരും വാങ്ങിച്ച് കഴിച്ചു. വെറുതെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, വാങ്ങിച്ച് കഴിച്ചപ്പോൾ നല്ല മധുരമുണ്ട്. ഇവരതിൻ്റെ മണ്ട പിടിച്ച് ഓടെ കളഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന് എടുത്ത് ടാക്സിയിലിട്ട് തിരിച്ച് ഷില്ലോങ്ങിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊറിയർ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് 14 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഒരു ഉണങ്ങിയ പൊസിഷനിലായിരുന്നു ഇവിടെ വന്നത്. അതിനെ നമ്മളൊരു ചട്ടിയിൽ നട്ടിട്ട് കവർ ഇട്ട് വെള്ളം ഒഴിക്കാതെ അങ്ങനെയാണ് അതിന് വേരിറക്കി എടുത്തത്. ഇപ്പോൾ നല്ല വലിപ്പമുള്ള കായ കിട്ടി. മധുരം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിച്ചതിലുള്ള ഏറ്റവും മധുരമുള്ള പൈനാപ്പിളാണ് ഈ മേഘാലയ പൈനാപ്പിൾ. ഇതിൻ്റെ തൈ ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. 1-2 തൈകളൊക്കെ ഇപ്പോൾ ആയിട്ടുള്ളൂ. അതെന്നേ വരുള്ളൂ. ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ ഇത് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വ്യാപകമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ജെയിൻറ്റ് മെഡൂസ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ ആ മെഡൂസ കണ്ടതിൻ്റെ വളരെ വലിപ്പം കൂടിയ ഒരു വെറൈറ്റിയാണ്. പുതുതായിട്ട് വന്ന ഒരു വെറൈറ്റിയാണ്. ഇതിലെല്ലാം ഈ ചട്ടിയിൽ വെച്ചേക്കുന്നത് ഇതിൻ്റെ അടിയിലൊരു വീഡ് കൺട്രോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. വീഡ് കൺട്രോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വീട് ഉണ്ടാവില്ല, കള ഉണ്ടാവില്ല. പക്ഷേ മറ്റ് പായലും മറ്റ് കാര്യങ്ങളൊന്നും താഴോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭാഗം വെള്ളം വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്. അവിടെ അടച്ചിട്ടില്ല. വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, യാതൊരുവിധ കുഴപ്പമില്ല. അവിടെയും കുറച്ച് പുതിയ വെറൈറ്റി ഉണ്ട്. അത് കൂന്താണി പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു പൈനാപ്പിളാണത്. വനമേഖലയിൽ കണ്ടുവരുന്നതാണ്. ഒരു മെയിൻ പൈനാപ്പിളിന് ചുറ്റും 3-4 എണ്ണം കൂടി വരുന്ന ഒന്നാണത്. അതിൻ്റെ അപ്പുറത്ത് ഉള്ളത് 8 കിലോ വരുന്ന വേറൊരെണ്ണം പൈനാപ്പിളാണ്. പിന്നെ ഇത് ഓർണമെൻ്റൽ പൈനാപ്പിളാണ്. ആ ചെടി കൂടെ നിൽക്കുന്ന ചുവന്ന നിറം. പിന്നെ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ്. അതിൻ്റെ പേരും അറിയാൻ പറ്റിയില്ല. അതുപോലെ ഇത് ഞാനൊരു പഴയ ബംഗ്ലാവ് ഒരിടത്ത് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് അവർ സായിപ്പുമാരെ കണ്ട് പണ്ടുകൊണ്ട് നട്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരെണ്ണം കൊണ്ടുവന്ന് എൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. കാക്ടസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അതിൻ്റെ പലതിൻ്റെയും പേര് നോർമലി ഇവിടെ പറയുന്ന പേരുകളുള്ള അതിൻ്റെ സയൻറ്റിഫിക് നെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത് കാണാം. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഡ്രാഗൻ്റെ പോട്ട് ഡ്രാഗണാണ്. ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ചെറിയ പഴമാണ്, പക്ഷേ മുള്ളൊന്നുമില്ല. നല്ല കർലിങ്ങുള്ള ഇലയാണ്. നല്ല ഭംഗിയായിരിക്കും.
ഡ്രാഗൻ്റെ കുറേ വെറൈറ്റിയാണ്. നമുക്ക് 23 വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇത് അമേരിക്കൻ ബ്യൂട്ടി, കോണ്ടൂർ, അതുപോലെ കൺട്രി റോഡ്, പിന്നെ ബ്ലാക്ക് ആഫ്രിക്കാന, പലോറ ഗോൾഡ്, പിന്നെ അതുപോലെ ബ്രൂണി, അസുന്ത, കിം വൈറ്റ്, അതുപോലുള്ള 23 വെറൈറ്റി നമുക്ക് ഇവിടെയുണ്ട്. അത് പലതും സെൽഫ് പോളിനേഷൻ ഉള്ളതും ക്രോസ് പോളിനേഷൻ ഉള്ളതും ഉണ്ട്. അപ്പോൾ ക്രോസ് പോളിനേഷൻ ഉള്ളതായിരുന്നാലും സെൽഫ് ഉള്ളതായിരുന്നാലും ഇതിനകത്ത് ചെയ്തു കൊടുത്താലേ പറ്റുള്ളൂ. പോളിനേഷൻ ചെയ്തു കൊടുത്താൽ ഒരു ജീവികളും ഇതിനകത്ത് കയറുന്നില്ല, പോളി ഹൗസ് ആയതുകൊണ്ട്. അതൊരു രാത്രി ഇറങ്ങിയാൽ മഴയൊന്നുമില്ല, മഴയും കൊള്ളുണ്ട് വെയിലും കൊണ്ട്. മധുരം കൂടുതലാണ് പോളി ഹൗസിനകത്ത് കൃഷി ചെയ്യുമ്പോൾ. കാര്യം വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് പഴങ്ങൾക്ക് മധുരം കൂടുതലാണ്. ഇത് പൊതുവേ ഇത് ഒരു കാല് നാട്ടി അതിനകത്ത് നമ്മൾ അതിൻ്റെ മുകളിലോട്ടൊരു ടയർ വെച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ഇങ്ങനെ മടങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇത് നടുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ ഒന്ന് അതിൻ്റെ സ്പേസ് ഇല്ല, രണ്ട് നമുക്ക് പിന്നെ നമ്മുടേതായ രീതിയിൽ ഇത് മാറ്റി ചെയ്യാം. ഇതൊന്നുമില്ല, ഏതെങ്കിലും ഒരു പ്രതലത്തിൽ പോയിട്ട് അതിനെ മടങ്ങി താഴോട്ട് ഞാന്ന് കിടന്നെങ്കിൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ. അപ്പോൾ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് ആദ്യം മുളം കമ്പോ എന്തെങ്കിലും കുത്തി ഒരു നിശ്ചിത അകലം ഒരു 6 അടി 7 അടി ഉയരത്തിന് ചെന്നതിന് ശേഷം ഇത് നെടുകെ ഒരു പൈപ്പ് വെച്ച് കൊടുത്താൽ ആ പൈപ്പിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടന്നോളും. അതിനകത്ത് നിറച്ച് ഇത് കായ്ക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ വേറെ അതിന് ഒന്നുമില്ല. ഒരുപാട് വെള്ളം വേണ്ട, വളം വേണ്ട, ഒന്നും വേണ്ട. ഡ്രാഗൺ നല്ല പഴച്ചെടികളാണ്. പക്ഷെ അതെ, എല്ലാം അതിനകത്ത് ഇത് നമ്മൾ ഈ മറ്റ് ചെടികൾക്ക് വളം കൊടുക്കുന്ന ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഇതിനെല്ലാം വളം കൊടുക്കുന്നത്. ഈ ചെടികൾക്ക് അതിനും കൂടി ഒരു അല്പം കൊടുത്താൽ മതി. പിന്നെ കായ്ക്കുന്ന സമയത്തും വളർച്ചയ്ക്കും വ്യത്യസ്ത വളങ്ങളാണ്. അത് ഈ ചെടികൾക്കും അതുപോലെയാണ്. ആദ്യം ഈ കായിക വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ വളങ്ങൾ കൂടുതൽ കൊടുക്കുകയും രണ്ടാമത് ഫോസ്ഫറസ് വളങ്ങൾ വേരിൻ്റെ വളർച്ചയ്ക്ക് ഫോസ്ഫറസ് കൊടുക്കുകയും കായ്ക്കുന്ന സമയത്ത് പിന്നെ പൊട്ടാഷ് വളങ്ങൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണത് ചെയ്യുന്നത്. പക്ഷേ പുളിരസം കൂടുതലായിരുന്നല്ല, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഓറഞ്ചോ ഒന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട, നാരങ്ങ ഒന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട. ഓറഞ്ചിൻ്റെ ടേസ്റ്റും നാരങ്ങയുടെ പുളിയും ഓൾ സീസണാണ്, എപ്പോഴും ഉണ്ടാകും, എപ്പോഴും കാച്ചുകൊണ്ടേയിരിക്കും. വൈൽഡായിട്ടുള്ളൊരു പൈനാപ്പിളാണ്. ഇതിൻ്റെ ഒരു പച്ചയ്ക്ക് ഇതിൻ്റെ ഒരു റെഡ് കളർ വരും. അതുപോലെ തന്നെ ലീഫൊക്കെ ഒരു ചെറിയ റെഡിഷ് ആയിട്ടാണ് വരുന്നത്. ഇതിന് നമുക്കിതിപ്പോൾ കട്ട് ചെയ്യാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തൈയായിട്ട് എടുത്തത് ഉപയോഗിക്കാൻ പറ്റും. ഇനി കഴിച്ചു നോക്കൂ. ഇത് വൈൽഡ് വെറൈറ്റിയാണ്. നാച്ചുറലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ചെറിയ മധുരം, ഭയങ്കര മധുരമൊന്നുമല്ല, നല്ല നോർമൽ മധുരം. കഴിക്കും. നമുക്ക് ഒരെണ്ണം എടുക്കുകയാണ്. ഇതേപോലെയുള്ള ധാരാളം പൈനാപ്പിൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നും നമുക്ക് ഇത് ഒരു തൈയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇത് മെഡൂസ പൈനാപ്പിളാണ്. നമ്മളിപ്പോൾ ഈ കണ്ട ഈ വലിയ ഇതിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്യുന്നത്. കഴിച്ചു നോക്കി. ഭയങ്കര മധുരമൊന്നും ഉണ്ടാവില്ല, മറ്റേതിൻ്റെ അത്ര ഒരു മധുരമില്ല. പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ അത് മഴ ആയതുകൊണ്ടാണ്. അതെ, ഇത്ര മഴ ആയതുകൊണ്ട് മധുരം കുറവാണ്. അതിനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് ജംബോ പാഷൻ ഫ്രൂട്ടാണ്. ജംബോ പാഷൻ ഫ്രൂട്ടിൻ്റെ 2 വെറൈറ്റി ഉണ്ട്, റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട്. ഇത് 400-450 ഗ്രാം ഒരെണ്ണം തൂക്കം വരുന്നുണ്ട്. അത് നമുക്കിവിടെ കായുണ്ട്, അതിൻ്റെ തൈയുണ്ട്. കായ് നമുക്ക് കാണാം, ഇതിൻ്റെ മുകളിലാണ്.
ഇത് നമ്മുടെ ബിഞ്ചായി എന്ന് പറയുന്ന ഒരു റംബുട്ടാൻ ഇനമാണ്. സ്കൂൾ ബോയ്, ബിഞ്ചായി, മഹാർലിക, അതുപോലെയുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇനമാണിത്. നല്ല റെഡ് കളറാണ്. പിന്നെ E35 എന്ന് പറയുന്ന വേറൊരു വെറൈറ്റി ഉണ്ട്, അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. അത് യെല്ലോ കളറാണ്. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തിപ്പലിയാണിത്. ബ്രസീലിയൻ തിപ്പലിയാണ്. ഇത് ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ തീരെ കൃഷിയോഗ്യമല്ലാത്ത വയലുകളൊക്കെ നമ്മൾ പണകളായിട്ട് കോരി ഏതെങ്കിലും കാല് കുഴിച്ച് നിർത്തി അതിൻ്റെ ചുവട്ടിൽ ഇത് നട്ടിട്ട് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുകയും വർഷങ്ങളോളം വിളവ് കിട്ടുകയും ചെയ്യും. വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ബ്രസീലിയൻ തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത്. അതിൽ വള്ളിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യണം. മറ്റേത് നമ്മൾ കുറ്റിക്കുരുമുളകാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ആവശ്യാനുസരണം വള്ളിക്കുരുമുളക് ചോദിക്കുന്നവർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. സീഡ്ലെസ് ജാക്കാണ്. കുരു ഉണ്ടാവില്ല, അരക്കുണ്ടാവില്ല. അതുപോലെ ഇവിടെ പ്ലാവിൻ്റെ ഒത്തിരിയും വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ചക്ക കായ്ച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. കംബോഡിയൻ ഓറഞ്ച്, അതുപോലെ വിയറ്റ്നാം എയർലി, ഈ 2 ഇനമാണ് നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷത്തിനകത്ത് കായ്ക്കുന്നത് 2 ഇനങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു 4 വർഷം 3 വർഷം 4 വർഷം എടുക്കും. അതുകൊണ്ട് കംബോഡിയൻ ഓറഞ്ചൊക്കെ ചെറിയ കൈയുടെ കനമേ ഇതൊക്കെ 2 വർഷം കൊണ്ട് 2.5 വർഷം കൊണ്ട് ഇവിടെ കായ്ച്ച് കഴിഞ്ഞതിൻ്റെ കംബോഡിയൻ ഓറഞ്ച് ജാക്കാണ്. അത് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പിന്നെ ചക്കയുടെ അകത്തെ ചക്കച്ചുളയ്ക്ക് ഓറഞ്ച് കളറാണ്. നിറയെ കായ്ക്കും. ഇതിൻ്റെ ശിഖരം വരെ കായ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ബറാബ എന്ന് പറയുന്നൊരു ചെടിയാണ്. വലിയ മൂല്യമില്ലെങ്കിലും ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുന്ന ഒരു പഴമാണ്. ചെറിയ മഞ്ഞ പഴമാണ്. ഇതെല്ലാം കായ്ച്ച പ്ലാന്റുകളാണ്. ഇവിടെ നിറയെ കായ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതെപ്പോഴും അത് പറിച്ച് തിന്നുകയാണ് ചെയ്യും. സീ ഗ്രേപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ചെറിയ പഴങ്ങളാണ്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. വിദേശ ഇനമാണ്, റൊളീനിയാണ്. ഇത് സീതപ്പഴത്തിൻ്റെയൊക്കെ മറ്റൊരു വിഭാഗമാണ് റൊളീനിയ. അത്യാവശ്യം നല്ല വിലയുണ്ട്. 250 രൂപ കിലോയ്ക്ക് വില കിട്ടുന്നതാണ്. നമ്മൾ സീഡ് തൈ വെച്ചാലും ഗ്രാഫ്റ്റ് തൈ വെച്ചാലും കായ്ക്കാൻ 1.5 വർഷം എടുക്കും. 1.5 വർഷം കൊണ്ട് കായ്ച്ചു കഴിഞ്ഞാൽ 1 വർഷം ധാരാളം കായ്കൾ ഇതിലുണ്ടാവും. നല്ല തോട്ടമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇനമാണിത്. നമ്മുടെ സീതപ്പഴത്തിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്. ചെറിയൊരു വ്യത്യാസമുണ്ട്. മഴ ആയിരുന്നാലും അത്യാവശ്യം മധുരമുള്ള പഴമാണിത്. കായ് വലിപ്പം കൂടുതലാണ്. സീതപ്പഴത്തിനേക്കാളും വളരെ വലിപ്പം കൂടുതലാണ് ഇതിൻ്റെ കായ വരുന്നത്. ചെറുതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. വർഷത്തിൽ 1-ലധികം തവണ ഇത് കായ്ക്കുകയും ചെയ്യും. ഇത് ഐസ്ക്രീം പേര എന്ന് പറയുന്ന ഒരു പേരയാണ്. പേരയുടെ നമ്മുടെക്ക് ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ജപ്പാൻ പേരയുണ്ട്, നമ്മുടെ വെരിഗേറ്റഡ് പേരയുണ്ട്, അതുപോലെ യെല്ലോ കളറ്, ബ്ലാക്ക്, ഇതിൻ്റെ റെഡ് കളറ്, അകത്ത് പിങ്ക് വരുന്നതുണ്ട്, തൈവാൻ പിങ്ക്, വിയന്നാർ അടക്കം ധാരാളം പേരുകളുണ്ട്. ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ഒരു വാഴയിനമാണ്. മൂസ ഗ്ലോക്ക എന്നാണ് അതിൻ്റെ പേര്. സ്നോ ബനാന എന്ന് പറയും. ഇതിൻ്റെ ചുവട്ടിൽ തൈ ഉണ്ടാവില്ല. വന്നിട്ട് കായിൽ നിന്നാണ്, ആ വിത്തിൽ നിന്നാണ് തൈ ഉണ്ടാവുക. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഭക്ഷ്യയോഗ്യമല്ല ഇത്. അതിൻ്റെ അകത്തെ വിത്തിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ പൗഡറുണ്ട്. അത് കിഡ്നി സ്റ്റോണിന് വളരെ നല്ല ഔഷധമായിട്ടാണ് പറയപ്പെടുന്നത്. ചെമ്മട്ടി എന്ന് പറയുന്ന ഒരു വാഴയാണ്. നമ്മുടെ കപ്പവാഴ പോലെ ചുവന്ന കായാണ്. പക്ഷെ അത്രയും വലിപ്പം വരില്ല. ഇത് കാവേരിയാണ്. കാവേരി എന്ന് പറയുന്നത് ഈ വിരലൊക്കെ നമ്മൾ അടുക്കി വെച്ചേക്കുന്ന പോലെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ കായ ഉണ്ടാകുക. ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാൻ പറ്റും. അധികം മധുരമില്ലാത്ത എന്നാൽ പ്രത്യേക ഒരു ഫ്ലേവറോടുകൂടി ഉള്ള ഒരിനമാണത്. ആ വാഴ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ വാഴയുടെ പൂവും അതിൻ്റെ കൂമ്പും കായും കൂടെ ചേർന്ന ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഫ്ലവർ അറേഞ്ച്മെൻറ്റിനാണ്. ഇതിൻ്റെ പേര് ശരിക്കും എനിക്കും ഓർമ്മയില്ല. ഇത് നമ്മുടെ പെരുംജീരകത്തിൻ്റെ അതേ മണമാണ്. ഇതിൻ്റെ ഇല നമ്മൾ ഈ മുറുക്കാൻ കഴിക്കുന്നത് പോലെ ഇതിൻ്റെ ഇല ചവച്ച് കഴിക്കുന്നുണ്ട് ആൾക്കാർ. ഇത് ഡൽഹി സഹാരംപൂരിൽ നിന്നാണ് ഞാനിത് തൈ കൊണ്ടുവരുന്നത്. വായ്നാറ്റം അകറ്റാനുള്ള ഏറ്റവും നല്ലൊരു ഇലയാണ്. ഒരു ഇല കുറച്ച് നേരം ഒന്ന് ചവച്ച് കഴിഞ്ഞാൽ കുറേ നേരം അതിൻ്റെ സുഗന്ധം നിലനിൽക്കും. ഇതിൻ്റെ കായ ഞാൻ എങ്ങും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴതിൻ്റെ കായ ഇതിലൊരെണ്ണം കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതിനെന്തോ രുചിയൊന്നും അറിയത്തില്ല. എന്തായാലും അത് കണ്ടു കിട്ടി. കംബോഡിയൻ മുന്തിരി, ആ വള്ളിയിൽ പടർന്ന് കിടക്കുന്നതാണ് കംബോഡിയൻ മുന്തിരി. ഇത് സീതപ്പഴമാണ്. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിളാണ്. നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതും കമേഴ്സ്യലായിട്ട് നടാൻ പറ്റിയതുമായിട്ടുള്ള നല്ലൊരു ഇനമാണത്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിടയ്ക്ക് ഒരു മരം വീഴ്ന്നിട്ട് അത് കുറച്ച് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇത് അബിയുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു 2.5 വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നുണ്ട്. ജെയിൻ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ കയ്യിൽ 6ഓളം വെറൈറ്റി ഉണ്ട്.
ഇത് ഇവിടെ കായ്ക്കുന്നുണ്ട്, നിറയെ ഫ്ലവറും കാര്യങ്ങളും. ഇപ്പോൾ ഫ്ലവറും ഉണ്ട്, കായും ഉണ്ട്. ഇപ്പോഴും കായ തീർന്നതേ ഉള്ളൂ, അടുത്ത സെറ്റ് ഫ്ലവർ വരുന്നുണ്ട്. ചെറിയ ഫ്ലവറാണ്, പക്ഷേ കായ വലുതുമാണ്. ഇതൊക്കെ പ്രകൃതി സ്നേഹികൾ വന്നാലേ കാണുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കാണില്ല. അത് പറക്കും തവളയിരിക്കുന്നത്. പിന്നെ പറക്കെന്ന് പറഞ്ഞിട്ട് ചിറകില്ല, ഇത് പറക്കുന്നത് വലിയ മരങ്ങളിലേക്ക് അത് ഇഴഞ്ഞു കയറിയിട്ട് മുകളിൽ ചെന്ന് കാലും കൈയും വിടർത്തുമ്പോൾ പാട പോലെ 2 ഭാഗമുണ്ട്. അത് ഈ അന്തരീക്ഷത്തിലെ എയറിനെ കുറച്ച് നേരം തടഞ്ഞു നിർത്തുകയും അതനുസരിച്ച് അത് വളരെ ദൂരത്തേക്ക് പോകാനും കഴിയും. പാവപ്പെട്ട ജീവിയാണ്. ഒരിക്കൽ ഇത് ആദ്യം കണ്ട് എൻ്റെ ചീരാണിക്കര വീട്ടിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ ഇത് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അവർ മാതൃഭൂമിയിൽ നല്ല വാർത്തയായിട്ട് അവർ കൊടുത്തു. ഇത് കട്ട്നട്ടാണ്, നട്ട്സ് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കാഷ്യൂ നട്ട്, അതുപോലെ അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഇതാണ്. ഇതിപ്പോഴും തന്നെ കായ്ച്ച പ്ലാന്റാണ്. അതുപോലെ വേറെ ഇനം ഉണ്ട്, ഇതിൻ്റെ 2 ഇനം ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ തൈ അവൈലബിൾ ആണ്. ഇത് നമ്മൾ തല്ലി പൊട്ടിച്ചിട്ട് പരിപ്പാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് അരയ്ക്കാവിന എന്ന് പറഞ്ഞിട്ടൊരു പേരയാണ്. പേരയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. സുഗന്ധ പേരയുണ്ട്, പാലിലോ എന്നാണ് അതിൻ്റെ പേര്, സുഗന്ധ പേര് നമ്മൾ അവിടെ ഉണ്ട്. പിന്നെ ലോങ്കിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, ലോങ്കിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് നഴ്സറിയിൽ അത് കായ്ച്ച പ്ലാന്റ് തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ കായ്ച്ച പ്ലാന്റ് അവിടെ ഇരിപ്പുണ്ട്. ഇഞ്ചിയാണ്, ഇഞ്ചി സാധാ ഇഞ്ചിയല്ല, ഇത് റെഡ് ജിഞ്ചർ എന്ന് പറയും. അതിൻ്റെ ഫ്ലവറൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. ഇതിന് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വലിയവർക്കായിരുന്നാലും പനിയൊക്കെ വരികയാണെങ്കിൽ ഇതിനൊരു അല്പം ചതച്ച് ഒരു അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതിൻ്റെ നീര് കുടിക്കുകയാണെങ്കിൽ ഒറ്റ നേരം കൊണ്ട് ഇത് പനി മാറുമെന്നാണ് പറയുന്നത്. ഇത് ലെമൺ വൈനാണ്. ഇത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഒരെണ്ണം 1-2 ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. പഞ്ചസാര ഇവിടെ ചേർത്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ തേനീച്ച വളർത്തുന്നവർക്ക്, തേനീച്ച വളർത്തുന്നവർക്ക് ഇതിൻ്റെ തൈ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിൽ നിന്ന് തേനീച്ച ഒരുപാട് തേൻ ശേഖരിക്കുന്നുണ്ട്. ഒരു ബെറി പ്ലാന്റാണ്. അധികം മധുരമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കൊള്ളാവുന്നുള്ള ഒരു പ്ലാന്റാണത്. ഗ്രൂമിച്ചാമയാണ്. നല്ലൊരു ഈ കമ്മൽ പോലെ ഇങ്ങനെ തൂങ്ങി വന്നിട്ടൊരു വയലറ്റ് കളർ കായാണ്. നല്ല മധുരമുള്ള ഒരു ഇനമാണ് ഗ്രൂമിച്ചാമ. ഇത് കുപ്പാസു എന്ന് പറയുന്നൊരു പഴമാണ്. അത്യാവശ്യം നല്ല പഴമാണ് കുപ്പാസു. നീളത്തിൽ ചെറുതിൽ തന്നെ കായ്ക്കും. ഇതിപ്പോൾ കായ്ച്ച പ്ലാന്റാണ്. ഇവിടെ ഇപ്പോൾ 1.5 വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം 1 കായ ഉണ്ടായിരുന്നുള്ളൂ, 2ാമത്തെ പ്രാവശ്യം 2 കായ ഉണ്ടായിരുന്നു, 3ാമത്തെ പ്രാവശ്യം 8-9 കായ ഉണ്ടായിരുന്നു. ഇട്ടൊക്കെ മഷ്റൂമാണ്. ഇപ്പോഴും കുറച്ച് ദിവസം അത് നിർത്തി വെച്ചൊക്കെയാണ്. അതിൻ്റെ അകത്ത് കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മംഗോസ്റ്റീൻ എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാണ്. ഇത് പഞ്ചസാരക്കാലും 3000 ഇരട്ടി മധുരമുള്ള ഒരു ചെടിയാണ്, ടൊമാറ്റോ കോക്കസ്. ഒരു കാര്യം ചോദിച്ചോടാ, നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന നല്ല കമന്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാന്റ് ഒരു ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ? തീർച്ചയായിട്ടും കൊടുക്കാം. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിലയുള്ള നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ് നമുക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ടു കൊടുക്കാം. നമ്മുടെ സംയുക്തമായിട്ട് നമുക്ക് പോകാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ അവരുടെ വീഡിയോയും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്ലാന്റ് ആണ് ഗിവ് അവേ കൊടുക്കുന്നത്. ലൈഫ് ഇൻ കേരളയും ഫോറസ്റ്റ് ഗാർഡനും സംയുക്തമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആർക്കാണോ ഇത് ലഭിക്കുന്നത് അവരുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അബിയുവിൻ്റെ ഏറ്റവും മധുരം കൂടിയ ഇനമാണ് SN. SN ഇതൊരു 7 അടിയോളം ഹൈറ്റ് ഉള്ളതാണ്. അടുത്ത വർഷം തീർച്ചയായിട്ടും ഇത് കായുണ്ടാകും. അപ്പോൾ ആരാണ് ഭാഗ്യവാനെന്ന് നമുക്ക് നോക്കാം. ഗീവ് അവേയുടെ പ്ലാന്റ് നിങ്ങൾ കണ്ടല്ലോ. ഗീവ് അവേയിൽ പങ്കെടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്ലാന്റ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നട്ടു തരുന്നതായിരിക്കും.